Joey Alucas, world's number one chulates. Joey Alucas, world's favorite chulates. Joyful experience, guaranteed with pride. Magnificent models, glittering gold, dazzling diamonds. Come by and enjoy, and enjoy, because guaranteed with pride. മാവേലി തമ്പുരാനെ പറ്റി ഇന്നത്തെ ഈ ദിവസം നല്ല ദിവസമായകൊണ്ട് തമ്പുരാനെ പറ്റി എന്തെങ്കിലും രണ്ടു നല്ല കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. ഓണം വന്നേ, പൊന്നോണം വന്നേ, ഓണം വന്നേ, ചിങ്ങം പിറന്നേ, പൊന്നോണം വന്നെത്തി, ചിങ്ങം പിറന്നേ, പൊന്നോണം വന്നെത്തി, മാവേലി തമ്പ്രാൻ്റെ രാജ്യമാണേ, ഓണം വന്നേ, പൊന്നോണം വന്നേ, മാവേലി തമ്പ്രാൻ്റെ രാജ്യമാണേ, കൊട്ടും കുരവയും കേൾക്കുന്നുണ്ടേ, കൊട്ടും കുരവയും കേൾക്കുന്നുണ്ടേ, നാട്ടിൽ ഈരടിപ്പാട്ടിൻ്റെ കാകളികൾ, കൊട്ടും കുരവയും കേൾക്കുന്നുണ്ടേ, നാട്ടിൽ ഈരടിപ്പാട്ടിൻ്റെ കാകളികൾ, പൂക്കളാൽ തിരുമുറ്റം നിറയുന്നുണ്ടേ, പൂക്കളാൽ തിരുമുറ്റം നിറയുന്നുണ്ടേ, പൂക്കൾക്ക് പുഷ്പോത്സവം, എങ്ങും ചിരി തൂക്കി നിൽക്കുന്ന പൂക്കൾ, എങ്ങും ചിരി തൂക്കി നിൽക്കുന്ന പൂക്കൾ, പ്രകൃതി ഭംഗി തന്നെ സന്തോഷത്തിൻ്റെ ഉല്ലാസത്തിൽ നിൽക്കുന്നു. ഓണം വന്നേ, പൊന്നോണം വന്നേ, മാവേലി തമ്പ്രാൻ്റെ രാജ്യമാണേ, കൊട്ടും കുരവയും കേൾക്കുന്നുണ്ടേ, നാട്ടിൽ ഈരടിപ്പാട്ടിൻ്റെ കാകളികൾ, പൂക്കളാൽ തിരുമുറ്റം നിറയുന്നുണ്ടേ, പുത്തൻ പുടവഞ്ഞുറിഞ്ഞം കൊടുത്തുകൊണ്ടേ, തിരുവാതിരക്കളിമേളമാണേ, എങ്ങും ഉല്ലാസമാടുന്ന സുന്ദരിമാർ, കണ്ണിനും കരളിനും എന്തൊരിഷ്ടം, തിരുവാതിരക്കളിമേളമാണേ, എങ്ങും ഉല്ലാസമാടുന്ന സുന്ദരിമാർ, കണ്ണിനും കരളിനും എന്തൊരിഷ്ടം, ഉല്ലാസ കളിയൊന്നു കണ്ടു നിൽക്കാൻ, ജാതി മതങ്ങൾ ഒത്തുചേർന്നേ, ജാതി മതങ്ങൾ ഒത്തുചേർന്നേ, മാവേലി തമ്പ്രാനെ വരവേറ്റിടാനായി, ജാതി മതങ്ങൾ ഒത്തുചേർന്നേ, മാവേലി തമ്പ്രാനെ വരവേറ്റിടാനായി, താലപ്പൊലി കൊട്ടുകുരവമേളമോടെ, താലപ്പൊലി കൊട്ടുകുരവമേളമോടെ, മാവേലി തമ്പ്രാനെ വരവേറ്റിടുന്നേ, താലപ്പൊലി കൊട്ടുകുരവമേളമോടെ, മാവേലി തമ്പ്രാനെ വരവേറ്റിടുന്നേ, കുഞ്ഞിളം ചുണ്ടിലും കുഞ്ഞിളം ചുണ്ടിലും പാട്ടുപാടി, മധുര സംഗീതം അലയടിക്കും കേരളനാടേ, കുഞ്ഞിളം ചുണ്ടിലും പാട്ടുപാടി, മധുര സംഗീതം അലയടിക്കും കേരളനാടേ,
കേരള മണ്ണിൻ്റെ മനസ്സിൽ നിന്നും മായാത്ത നൃത്തം ചവിട്ടി, മായാത്ത നൃത്തം ചവിട്ടി. മറക്കില്ല ഒരിക്കലും മൗനത്തിലായിരം മന്ത്രങ്ങൾ ഉരുവിട്ടു നിന്നു. മറക്കില്ല ഒരിക്കലും മൗനത്തിലായിരം മന്ത്രങ്ങൾ ഉരുവിട്ടു നിന്നു. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിറകുടമായ മാവേലി തമ്പുരാൻ. മാവേലി തമ്പുരാൻ പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ അമ്മയെപ്പറ്റി 2 വാക്കുകൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. വേദനയോടുകൂടി അമ്മ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന സമയം, സ്നേഹത്തിൻ്റെ നിറകുടമായ എൻ്റെ അമ്മയെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്തപ്പോൾ, സ്നേഹത്തിൻ്റെ നിറകുടമായ എൻ്റെ അമ്മയെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്തപ്പോൾ, വേദനയുടെ കണ്ണീർ കയത്തിൽ നിന്നുകൊണ്ട്, വേദനയുടെ കണ്ണീർ കയത്തിൽ നിന്നുകൊണ്ട് ഒന്നു മാത്രം ദൈവത്തോട് അപേക്ഷിച്ചു ഞാൻ. തരേണമേ എനിക്ക് ഈ അമ്മയെ മാത്രം, തരേണമേ എനിക്ക് ഈ അമ്മയെ മാത്രം. ഇനി 1000 ജന്മം ഈ ഭൂമിയിലുണ്ടെങ്കിൽ തരേണമേ എനിക്ക് ഈ അമ്മയെ മാത്രം. ഇനി 1000 ജന്മം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഈ ലോക ജീവിതം വെടിയുമ്പോൾ അമ്മ തൻ സ്നേഹവാത്സല്യമായി, അമ്മ തൻ സ്നേഹവാത്സല്യമായി വരവേറ്റിടാനെത്തിയിടണേ. ഈ ലോക ജീവിതം വെടിയുമ്പോൾ അമ്മ തൻ സ്നേഹവാത്സല്യമായി വരവേറ്റിടാനെത്തിയിടണേ. അമ്മ തൻ വാസം നരകത്തിലാണേലും, അമ്മ തൻ വാസം നരകത്തിലാണേലും ആ നരകം എനിക്കൊരു സ്വർഗമായിട്ട് മാറും. അമ്മ തൻ വാസം നരകത്തിലാണേലും ആ നരകം എനിക്കൊരു സ്വർഗമായിട്ട് മാറും. ഇതാണ് എൻ്റെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പനാണ് സ്നേഹസമ്പന്നനാണ്. അപ്പന് ഒരു വള്ളമുണ്ട്. ഓണത്തിൻ്റെ നാളുകളിൽ അപ്പൻ തുഴയാൻ പോകുന്ന പതിവാണ്. വള്ളത്തിൻ്റെ പേരാണ് തൊമ്മൻ. പണിക്കശ്ശേരി കുടുംബത്തിലെ തൊമ്മൻ്റെ മക്കളെന്ന് പറഞ്ഞ 6 പേരാണ് ആൺപിള്ളേർ, 3 പെൺപിള്ളേരുമാണ്. തൊമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് കുട്ടി, ജോയ്, ബേബി, ടോമി, സാബു, ഷാജി. നല്ല മിടുക്കന്മാരെ, സ്നേഹസമ്പന്നന്മാരെ, ചേട്ടനനിയന്മാരെന്ന് പറഞ്ഞാൽ അതാണ്. സ്നേഹം കൊണ്ട് സമ്പന്നരാണ്. പണിക്കശ്ശേരിക്കകത്ത് തന്നെ പിന്നെയുണ്ട് വീട്ടുകാരെ. അപ്പിച്ചയുടെ പിള്ളേരെന്ന് പറഞ്ഞാൽ അവരും 6 പേരുണ്ട്. സ്നേഹസമ്പന്നന്മാരെ, നല്ല മിടുക്കന്മാരെ, ഇട്ടിത്തടി പോലിരിക്കുന്ന ശരീരം. പാച്ചയുടെ മകൻ ജോണിച്ചൻ, കുഞ്ഞിച്ചായുടെ മകൻ ജിമ്മി, അച്ചാൻ്റെ ഏറ്റവും ഇളയ കുഞ്ഞനിയൻ കുഞ്ഞുമോൻ ജെയിംസ് കുട്ടി. എല്ലാവരുമായിട്ട് പോകേണ്ട സമയത്ത് കുട്ടമ്പേര് കുഞ്ഞാമ്മച്ചനാണ് പെണ്ണമ്മയോട് പറഞ്ഞിട്ട്, പെണ്ണമ്മ പറഞ്ഞ കാരണം ഒരു തോണി അങ്ങ് മേടിച്ചു കൊടുത്തത്. വലിയ പൈസക്കാരനാണ് കുട്ടമ്പേര് കുഞ്ഞാമ്മച്ചൻ. ഞാൻ പറയുമ്പോൾ നാട്ടുകാർക്കെല്ലാം അറിയാം വലിയ പൈസക്കാരനാണ്. കാര്യം 65 കാലഘട്ടത്തിൽ ഇവിടെ ഒരു ഗൾഫിൽ ഒരുത്തിന് പോയി മേടിക്കാൻ മേലാത്ത വണ്ടികൾ 5 6 ഒരു വീട്ടിൻ്റെ വാതുക്കലുണ്ടെങ്കിൽ അവരുടെ കാശ് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒരുത്തിനും മേടിക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയ വണ്ടി. 65 കാലഘട്ടത്തിൽ 2-3 വണ്ടി ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ചുറ്റുപാടൊക്കെ എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും കണക്കൂട്ടാനുള്ളത്. അത്ര പൈസക്കാരൻ, സ്നേഹസമ്പന്നൻ. പുള്ളിക്ക് കുട്ടമ്പേര് കുഞ്ഞാമ്മച്ചൻ്റെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പെണ്ണും 3 ആണുമാണ്. 9 പെണ്ണുങ്ങളുമാണ്. ആ പെണ്ണുങ്ങളും എല്ലാം ആയിട്ട് ബോട്ടിൽ വള്ളംകളി കാണാനായിട്ട് പോകുന്ന ഒരു സന്ദർഭം. 3 ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ നല്ല സ്നേഹസമ്പന്നന്മാരെ, നല്ല കഴിവുള്ളവരെ, ശരീരം കൊണ്ട് തന്നെ നല്ല കഴിവുള്ളവരെ, സ്നേഹസമ്പന്നന്മാരെ. അവരെല്ലാവരും കൂടി തുഴയാൻ പോകുമ്പോൾ അപ്പനെന്ന് പറഞ്ഞാൽ ജാതിഭേദമില്ലാത്ത അപ്പനാണ്. ബാക്കിയുള്ളവരെ 105 110 പേര് വേണം. വള്ളക്കാരൻ, വലിയ വലിയ വള്ളമാണ് അപ്പന്. കുട്ടമ്പേര് കുഞ്ഞാമ്മച്ചൻ പണിത് കൊടുത്തേക്കുന്നത് പെണ്ണമ്മയുടെ നിർബന്ധം കൊണ്ട് പണിത് കൊടുത്തേക്കാണ്. കാശ് മുടക്കാൻ കുട്ടമ്പേര് കുഞ്ഞാമ്മച്ചനുണ്ട്. പിന്നെന്തിനു വേണം ഈ ലോകത്ത് പൈസക്കാരൻ എന്നാണ് എൻ്റെ ഒരു അറിവ്. പുള്ളിക്കാരനെ പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുനാളിൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ വലിയ തുരുത്തിയിലായിട്ട് വലിയൊരു തെങ്ങും തോപ്പുണ്ട്. അവിടെ തേങ്ങ മല പോലെ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നിടത്ത് അന്ന് ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം കുഞ്ഞാമ്മച്ചൻ്റെ അടുത്ത് ഞാൻ ചെന്ന് നിൽക്കുകയാണ്. എടാ ഇങ്ങ് വന്നേടാ, ജോയ് ഇങ്ങ് വന്നേടാ എന്ന് പറഞ്ഞു. അങ്ങ് ചെന്നപ്പോഴത്തേക്ക് എടാ ഒരു തേങ്ങയുടെ എത്രയേ ഉള്ളെന്ന് പറഞ്ഞാൽ തലയിൽ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് പൊക്കിയിട്ട് ഒരു 2 ആട്ടം എൻ്റെ കണ്ടത് ഇങ്ങനെ തള്ളി. അന്ന് തൊട്ട് എനിക്ക് ഓർമ്മയാണ് പുള്ളിക്കാരനെ ഇങ്ങനെ കലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് തലയെ മാത്രം പിടിച്ചപ്പോൾ എന്നെ കണ്ടത് ഇങ്ങനെ തുറിച്ച്. അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത്ര സ്നേഹസമ്പന്നനെ. എൻ്റെ അപ്പൻ്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവാണ്. കാശുകാരെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല.
അതാണ് പ്ലാൻ. അപ്പം ഞങ്ങൾ വള്ളം തുഴയാൻ പോവുകയാണ്. ചങ്ങനാശ്ശേരിയുടെ അഭിമാനക്കുട്ടന്മാരായ സ്നേഹസമ്പന്നന്മാർ 3 ജാതിയിൽ നിന്നും ബാക്കിയുള്ള ആൾക്കാരെ 35 വെച്ചിട്ട് വീതിച്ചിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ഞങ്ങൾ തുഴയാനായിട്ട് വള്ളത്തിൽ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് ഓണത്തിലെ പുന്നമട കായലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. സ്നേഹസമ്പന്നന്മാരായ ചങ്ങനാശ്ശേരിയുടെ മിടുക്കന്മാർ 3 ജാതിയിൽ നിന്നും, ജാതിഭേദം അപ്പനില്ല, സ്നേഹസമ്പന്നന്മാർ കഴിവുള്ള പിള്ളേർ എല്ലാവരുമായിട്ട് പുന്നമട കായലിലോട്ട് പോകാനായിട്ട് വള്ളം ചെന്ന് ഇറക്കാൻ ചെന്നപ്പോഴത്തേക്ക് നാട്ടുകാർ ഇറക്കാൻ വരട്ടെ, ഞങ്ങൾക്ക് കുറച്ച് തേങ്ങ ഉടയ്ക്കാനുണ്ട്, കുറച്ച് പൊട്ടു തൊടാനുണ്ട്. സ്നേഹസമ്പന്നനായിട്ട് ദൈവത്തിൻ്റെ മേളിൽ എല്ലാ ജാതിയുടെയും ഒരു പ്രാർത്ഥനയുണ്ട്. കരക്കാരുടെ ഒരു പ്രത്യേകതയാണ്, എല്ലാ വർഷവും നടത്തുന്നതാണ്. പ്രകൃതി തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം, എല്ലാം കൊണ്ടും നല്ല സമയം കാണേണ്ടതാണ്. ദൈവം വന്ന് ആശീർവദിച്ച് നിൽക്കുകയാണ്. നാട്ടുകാരുടെ കൊരവയിടലും ബഹളവും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് പതിയെ കടവിലോട്ട് വള്ളം പതിയെ ഇറക്കുകയാണ്. സ്നേഹം അതിനിടയ്ക്ക് കൊരവയിടലും ബഹളം, നാട്ടിൻ്റെ ഒരു ആശീർവാദം. സ്നേഹസമ്പന്നരാണ്. പതിയെ ചങ്ങനാശ്ശേരി നിന്ന് വള്ളം പതിയെ താഴോട്ടിറക്കി പണിക്കശ്ശേരി കുടുംബക്കാരുടെ വള്ളം, തൊമ്മനെന്നുള്ള പേരുള്ള വള്ളം, കുഞ്ഞാമാച്ചൻ കുട്ടമ്പേര് കുഞ്ഞാമാച്ചൻ പണിതു കൊടുത്ത വള്ളം. പെണ്ണമ്മ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാര്യം ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന്, ഇത്രയൊക്കെ കാശ് മുടക്കിയിട്ടും എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന് പറയല്ലോ. ഇതിനും വേറെ കാര്യങ്ങളുണ്ട്. പയ്യെ വള്ളം പതിയെ ഇറക്കി വള്ളം വെള്ളത്തിൻ്റെ അവിടെ ചെന്ന് കയറിയപ്പോൾ എല്ലാവരും സ്നേഹസമ്പന്നായ പിള്ളേരെല്ലാം ചങ്ങനാശ്ശേരിയുടെ നല്ല കഴിവുള്ള പിള്ളേരെ പതിയെ വള്ളത്തെ കയറിയാണ്. വള്ളത്തെ കയറിയിരുന്നപ്പം വള്ളം ഒന്ന് ചെറുതായിട്ട് ആടിയിട്ടെ മൗനത്തിൽ വെള്ളത്തിനോട് പറയാൻ, ിറക്കിട്ടു ഇന്നേ വരെ ഞാൻ ആ ട്രോഫിയെ മുത്തമിട്ടില്ല, നീറ്റിലിറക്കിട്ടു ഇന്നേ വരെ ഞാൻ ആ ട്രോഫിയെ മുത്തമിട്ടില്ല. എന്തിന് പറയുന്നു? വെള്ളത്തിനോട് ഇത് മാത്രമേ പറയാനുള്ളൂ. വേദന നിറഞ്ഞ ദുഃഖം ഭയങ്കരമായിട്ടുണ്ട്. ഏതായാലും കൊള്ളാം. ആരും അറിയാതെ സ്നേഹസമ്പന്നരായ മക്കളും എല്ലാവരും കൂടെ ചേർന്ന് വള്ളം പതിയെ തുഴയുകയാണ്. പുന്നമട കായലിനെ ഇരടിപ്പാട്ടുകളൊക്കെ ഇരടിപ്പാട്ടുമൊക്കെ പാടി പ്രകൃതി പങ്കി തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കും. കരകാരുടെ കൊരവേടിയിലും ബഹളവും സന്തോഷത്തിൻ്റെ ഒരു എതിരേൽപ്പൊക്കെ ആയിട്ട് പോവുകയാണ്. കരഘോഷത്തിൻ്റെ ബഹളം. നാട്ടിൽ പോകുന്ന വഴിക്ക് നാട്ടുകാർ കിട്ടുന്നവരെല്ലാം കരിക്ക് കൊടുക്കുക, ബഹളമാണ്. സമ്പന്നരായ വള്ളത്തെ തുഴയുന്നവർക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ മുമ്പേറെ അവരെ എതിർ വെച്ചേക്കാണ്. കാരണമെല്ലാം കണ്ടുവച്ചേക്കാണ്. ഇവർക്കെല്ലാം കൊടുക്കേണ്ട സ്ഥലങ്ങളൊക്കെ. സ്നേഹസമ്പന്നന്മാരായ നാട്ടുകാരെ, ജാതി ഭേദമില്ല അവിടെ. ഏത് ജാതിയാന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയത്തില്ല. ദൈവം വന്നു പിറന്ന സ്ഥലം പോലെ എനിക്കും തോന്നി അവിടെ. ഇത്രയും സ്നേഹമുള്ള ആൾക്കാരും എന്തിനു പറയുന്നു, തുഴഞ്ഞ് പുന്നമട കായലിലോട്ട് ഞങ്ങൾ ചെല്ലുമ്പോഴാണ് എന്താണ് 2 കരകളിലും ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. പുന്നമട കായലിൽ ആൾക്കാർ, പിള്ളേരെന്നുള്ള സ്നേഹസമ്പന്നന്മാരായ പിള്ളേർ 2 സൈഡിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ തുഴക്കാരെ കാണുമ്പം ചിരിച്ച മുഖവും അവരുടെ ഇരിപ്പ് കണ്ടു കഴിയുമ്പം ദൈവം ആശീർവദിച്ചു കൊടുത്തേക്കുന്ന കണക്ക് അവരുടെ ഒരു ഇരിപ്പാണ്. ചിരിക്കാനുള്ള മുഖവും നന്മ നിറഞ്ഞ ഒരു മനസ്സുണ്ടെങ്കിൽ ഇവിടെ എന്തിനു വേറെ പണം എന്നെനിക്കൊരു തോന്നൽ തോന്നി. ആ സമയമാണ് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചിരിയുടെയും സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളെ വള്ളം പയ്യെ കൊണ്ടുപോയി പുന്നമട കായലിൻ്റെ ഒരരികിലോട്ട് കൊണ്ട് ഇടുമ്പോഴത്തേക്കാണ് നാട്ടുകാരെല്ലാം വന്ന് നോക്കുകയാണ്. ഇതെന്തൊരു വള്ളമാണപ്പാ, കരയിലേക്ക് ഏറ്റവും വലിയ വള്ളം. എന്തായി വള്ളം? കാശ് മുടക്കാനായിട്ട് കുഞ്ഞാമാച്ചൻ ഒരു മടിയില്ലെന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും കാശ് മുടക്കുമ്പോഴത്തേക്കല്ലേ മുടക്കും. പുള്ളിക്ക് കാശ് മുടക്കാനായിട്ടുള്ള മടിയില്ല. സ്നേഹസമ്പന്നനാണ്. അതിൻ്റെ അധികാരവും അതിൻ്റെ അഭിമാനവും കൊടുത്തേക്കുന്ന കുട്ടമ്പേര് കുഞ്ഞാമാച്ചൻ തന്നെ. പൈസയ്ക്കൊരു മടിയില്ല മുടക്കാനായിട്ട്. അത് നാട്ടുകാർക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പുള്ളിയെ പറ്റി അറിയുന്നവർക്ക്. ആ വള്ളം കണ്ടിട്ട് ഓരോരുത്തർ പറയുകയാണ്, ഓ എന്തൊരു വള്ളമാണ്. നാട്ടിലുള്ളവരെല്ലാം വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറയാം, ഓ വള്ളം ഇത്ര വലുതാണെങ്കിലും കുഴപ്പമില്ല, ഇതെനിക്കറിയാം, ഇതുവരെയായിട്ടും പുള്ളി ഫസ്റ്റ് അടുത്ത പോലും പോയിട്ടില്ല. പൊട്ടിച്ചിരിയുമായിട്ട് പുള്ളി മാറി നീങ്ങും. ഏതായാലും കൊള്ളാം. എൻ്റെ അപ്പനെ കരയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അറിയുന്നത് മാവേലി തമ്പുരാനെ കൊണ്ടുപോകുന്ന കണക്കാണ് അപ്പനെ കൊണ്ടുപോകുന്നത്. സ്നേഹസമ്പന്നനായൊരപ്പൻ. കാര്യം ആ കരയിൽ തന്നെയാണ് അപ്പൻ ജനിച്ചു വളർന്നത്. അപ്പൻ്റെ ഈ തൊമ്മൻ എന്ന് പേര് വരാനായിട്ട് കാരണമുണ്ട്.
ഈ തൊമ്മന് വള്ളം ഉണ്ടെങ്കിൽ ഒരു തൊമ്മൻ പരമ്പരയാണ്. അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ തത്തമ്പള്ളി പള്ളിയിൽ അടക്കിയേക്കാണ്. അതിൻ്റെ പേര് തൊമ്മൻ. എൻ്റെ അപ്പൻ്റെ പേര് തൊമ്മൻ. എൻ്റെ അപ്പൻ്റെ എൻ്റെ കൊച്ചനീൻ്റെ മകൻ്റെ പേര് തൊമ്മൻ. ഇത് പോരാഞ്ഞിട്ട് ഇവരുടെ തൊമ്മൻ പരമ്പരകൾ വേറെയുണ്ട്. പിന്നെ തൊമ്മൻ്റെ കാര്യം കേൾക്കുമ്പോഴത്തെ കുട്ടനാട് വരെ ഒരു നെട്ടുന്ന ഒരു കാര്യമുണ്ട്. അത് പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യമില്ല. കായൽ മുരിക്കൻ എന്ന് പറഞ്ഞ അപ്പനാണോ മുരിക്കൻ്റെ പേരാണോ എനിക്കറിയത്തില്ല. ഏതായാലും കൊള്ളാം, ആ കുടുംബത്തിനകത്ത് ഒരു വലിയ കായൽ മുരിക്കനുണ്ട്. കായലിൻ്റെ ഓളങ്ങൾ വരെയും ഇനി കായലിൽ എവിടൊക്കെ എത്ര കാലം മറന്നാലും കൊള്ളാം, ഈ തൊമ്മൻ എന്നുള്ള പേര് ഒരു കാലത്ത് മറക്കാൻ പറ്റത്തില്ല. അത്ര വലിയൊരു മുരിക്കൻ്റെ പേരും അതിൻ്റെ കൂട്ടത്തിൽ മുരിക്കൻ അങ്ങനെ അപ്പൻ്റെ പേരാണോ അപ്പൻ്റെ പേരാണോ എനിക്കറിയത്തില്ല. ഏതായാലും അവിടെ ഒരു വലിയ തൊമ്മനുണ്ട്. പക്ഷേ ആ തൊമ്മനല്ല ഈ തൊമ്മൻ എന്നുള്ള കാര്യം എല്ലാവരും മറക്കണ്ട. കായലിലെ ഓളമായിട്ട് ഒരു ബന്ധമുണ്ട് ഈ തൊമ്മൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാനുള്ള. കുട്ടനാടത്തെ കായൽ മുരിക്കൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത ആളില്ല. അപ്പം തൊമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലിൻ്റെ ഓളത്തിന് വരെ ഒരു റെസ്പെക്റ്റ് ചെയ്യേണ്ട, ഒരു ബഹുമാനം കൊടുക്കേണ്ട ഒരു കാരണം. ഏതായാലും കൊള്ളാം, എൻ്റെ അപ്പൻ്റെ വള്ളംകളി കാണാനായിട്ട് അപ്പൻ്റെ ബന്ധുക്കളിലുള്ള കൊച്ചമ്മയെന്നാണ് ഞങ്ങൾ വിളിക്കുന്ന അപ്പൻ്റെ മൂത്ത പെങ്ങളെ കുട്ടമ്പേര് കുഞ്ഞാമാച്ചനുണ്ട്, അപ്പിച്ചായി ഉണ്ട്, ലീലാമ്മായി ഉണ്ട്, കൊച്ചമ്മയുണ്ട്, അമ്മച്ചിയുണ്ട്, എൻ്റെ പെങ്ങന്മാരെ റോസമ്മയുണ്ട്, ജോളിയുണ്ട്, കുച്ച്റാണിയുണ്ട്, പറക്കാട്ടെ തുരുത്തുമാലിയിലെ അന്തോനിച്ചനുണ്ട്. അന്തോനിച്ചന് സ്പെഷ്യലായിട്ട് വന്നേക്കാണ്. ഏതായാലും കൊള്ളാം, എല്ലാം കൊണ്ടൊരു മേളമാണ്. മക്കളെല്ലാം വന്നു. ലില്ലുക്കുട്ടി ചേച്ചി വന്നു, ലൂസി ചേച്ചി വന്നു, ലീല ചേച്ചി വന്നു, ലൈല ചേച്ചി വന്നു, ലിറ്റി വന്നു, ലയോണി വന്നു, പിന്നെ ജാൻസി വന്നു. ഇവരുടെ പെമ്മക്കളെല്ലാം ആയിട്ട് ഒരു വള്ളത്തിൽ അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അമ്മ, പിന്നെ അമ്മണി ചേച്ചി, മാത്തുക്കുട്ടിച്ചായൻ, പിന്നെ ഉണ്ട് നമ്മുടെ പാച്ചായുടെ ഭാര്യ തങ്കമ്മായി, അവരുടെ പിള്ളേർ എല്ലാവരും ഉണ്ട് കാണാൻ. ജെയിംസ് ഊഡിയുടെ പിള്ളേർ അവരെല്ലാം കൊച്ചമ്മയൊക്കെ ആയിട്ട് ഒരു ഗ്യാങ് ആയിട്ട് ഒരു വലിയ വള്ളത്തിൽ അവരങ്ങനെ വലിയ ഓണം പോലെ ഒരു സദ്യ പോലെ അതുങ്ങൾ വന്നിട്ടുണ്ട് ഈ വള്ളംകളി കാണാനായിട്ട്. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു പ്രത്യേക ഒരു റെക്കമെൻഡ് ഉണ്ട്. കാര്യം അമ്മയുടെ വീട്ടുകാരെ തുരുത്തുമാലിയിലാണ്. തുരുത്തുമാലി എന്ന് പറഞ്ഞാൽ പുറക്കാട്ട് തുരുത്തുമാലി എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീഴ്ച ആങ്ങളമാർ 2-3 പേരുണ്ട്. കുട്ടപ്പച്ചാനുണ്ട്, വേവിച്ചാനുണ്ട്, ജോയിച്ചാനുണ്ട്. ഇവരെ തുഴയാൻ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു ഭയങ്കര ബഹളം. ഒരു 5-6 ദിവസം മുമ്പേ ഭയങ്കര ബഹളമായിരുന്നു. ഏതായാലും അവരെ ഏൽക്കുന്നുണ്ട്, അവരും വരുന്നുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ കരയിൽ തന്നെ പുന്നമ്മയുടെ കായലിൻ്റെ ഓരത്ത് തന്നെ വേവിച്ചാൻ എന്ന് പറഞ്ഞ പണിക്കശ്ശേരി വേവിച്ചാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ്റെ അനിയൻ പണിക്കശ്ശേരി തോമാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന. ഇങ്ങനെ ഇവർ 2 പേരുണ്ട്. അപ്പം 5 പേര് ആ കരയിൽ നിന്ന് തന്നെ തുഴയാനായിട്ട് വന്ന് കയറി എല്ലാവരും ഇരിക്കുകയാണ്. വേവിച്ചാനുമുണ്ട്, തോമാച്ചായനുമുണ്ട്, പണിക്കശ്ശേരി തോമാച്ചായനുമുണ്ട്, എല്ലാവരും അതിനകത്ത് തന്നെ. പിന്നെ എൻ്റെ അമ്മയുടെ ചേടുത്തിയുടെ മകളൊരാളുണ്ട്, കുഞ്ഞമ്മ എന്ന് പറഞ്ഞത്. എല്ലാവരും ആ കരയിലുള്ളതാണ്. പിന്നെ എൻ്റെ പ്രത്യേക പേര് പറഞ്ഞില്ലല്ലോ, എൻ്റെ പേര് ജോയ് എന്നാണെങ്കിലും ഞാൻ ഈ കരയായിട്ടൊരു വലിയ ബന്ധമുണ്ട്. ഞാൻ അവിടെ തന്നെ ജനിച്ചെന്ന് പറഞ്ഞാൽ മാത്രം പറ്റത്തില്ല. ഈ നെഹ്റു ട്രോഫി എന്ന് തുടങ്ങുന്നു അന്നായിരുന്നു, അതിനൊരു മാസമോ അന്നാണോ ആ ഏരിയയിൽ തന്നെയാണ്, ആ ടൈമിലാണ് എൻ്റെ ജന്മം. ഇതിനെനിക്ക് ദൈവത്തിനോട് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്നേഹസമ്പന്നനായ ദൈവം എനിക്കും അതിനൊരു ഈ വള്ളം തുഴയിലേക്ക് എന്നെയും കടത്തിവിട്ടതിന് എനിക്കൊരു നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ കുടുംബം, ഞങ്ങളുടെ കുടുംബം വിറ്റുപോയിട്ട് 10-60 വർഷമെങ്കിലും ഇപ്പോഴും ആ വീട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കാരണം ഇത് പൊളിക്കാനായിട്ട് അവർക്കും തോന്നുന്നില്ല അത്ര വലിയ വീടെന്നല്ല, അത്ര ഐശ്വര്യമുള്ളൊരു വീടാണ്. ഇപ്പോഴും അത് പൊളിച്ചിട്ടില്ല. ഞാൻ ഈയിടെ പോയി കണ്ടായിരുന്നു ആ വീട്. പൊളിക്കുന്ന എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ എൻ്റെ അപ്പനെ അടക്കിയേക്കുന്നത് പൂന്തോപ്പ് പള്ളിയിലാണ്, അപ്പൻ്റെ അമ്മ അടക്കിയേക്കുന്ന പൂന്തോപ്പ് പള്ളി. ഇങ്ങനെയൊക്കെ ആ കരയായിട്ട് വലിയ ബന്ധമാണ് ഞങ്ങൾക്ക്. പണിക്കശ്ശേരി കുടുംബക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്നേഹസമ്പന്നന്മാരായ കുടുംബക്കാരാണ്. ഏതായാലും കൊള്ളാം, വള്ളം കളി തുടങ്ങുന്നതിനായിട്ട് സമയമായപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പം അപ്പൻ എല്ലായിടുമൊക്കെ മാവേലി തമ്പുരാനെ പോലെ ചുറ്റിക്കറങ്ങി വന്ന് വള്ളത്തിൻ്റെ അവിടെ ചെല്ലുമെന്ന്. ഞാൻ അതിന് കുറച്ച് നേരം ലേറ്റായിട്ടാണ് ചെന്നപ്പോൾ എന്നെ കാണുന്നതിനാന്ന് വെച്ചാൽ ഞങ്ങളുടെ വള്ളത്തിൻ്റെ മുമ്പിൽ ഭയങ്കര ജനക്കൂട്ടം, വള്ളത്തിന് ചുറ്റിനും ഭയങ്കര ജനക്കൂട്ടം. കാരണം എന്നാന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് എൻ്റെ അപ്പൻ്റെ നേരെ ഇളയ അനിയനുമായിട്ട് വടംവലിയ ഒരു വലിയ തുഴയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലിയ നടക്കുക. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പനും കൊച്ചനിയനുമായിട്ട് ഒരു ചെറിയ പിടിവലി. കാരണം എന്നാന്നറിയാം, അപ്പൻ പറഞ്ഞു എടാ പാച്ചിപ്പ, നീ ഇവിടെ ഇരുന്ന് കണ്ടോണ്ടിരിക്കടാ മകനെ, കൊച്ചനീന നീ കണ്ടോണ്ടിരിക്കടാ. പാച്ചയുടെ മകൻ ജോണിച്ചിനെ വള്ളത്തെ ഇരിപ്പുണ്ട്, പുള്ളിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല, വലിയൊരുടെ സംസാരമല്ലേ. ഏതായാലും കൊള്ളാം. അവിടെ പാച്ചിപ്പോൾ നീ വള്ളം കളി കണ്ടോ. അപ്പനാണെങ്കിൽ തുഴ കൊടുക്കത്തുമില്ല.
പുള്ളിക്ക് തുഴയണം ഇവിടെ കിടന്ന്. പുള്ളിക്ക് ഇച്ചിരി വിക്കുണ്ട്, പാച്ചയ്ക്ക് ഇച്ചിരി വിക്കുണ്ട്. അപ്പനാണെങ്കിൽ ചങ്ങനാശ്ശേരി ആലപ്പുഴയുടെ ഏറ്റവും വലിയ മെഡൽ കിട്ടിയ ആളാണ്. കാര്യം കാലയിൽ ഒരു ചെറിയ മന്തുണ്ട്. തൊമ്മച്ചൻ എന്ന് പറഞ്ഞാൽ കാലേ മന്തുണ്ട്, ഒരു ചെറിയ മന്തുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും വ്യത്യാസങ്ങളാണ്. പാച്ചയ്ക്കാണ് വിക്കുണ്ട്. ഞാൻ വിടുകയല്ല, തുഴയനെ ഞാൻ വിടുകയല്ല. കാര്യം വള്ളത്തിൽ ഒരു വലിയ വടമെടുത്ത് കെട്ടി നിർത്തിയേക്കാ വള്ളം വിടാൻ, തുഴയാൻ വിടുകയല്ലെന്ന്. പാച്ച പറഞ്ഞ് വിടുകയല്ലെന്ന്. കാര്യം തുഴയായിട്ട് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എനിക്ക് ഇവരുടെ പഴയ കാര്യങ്ങളെപ്പറ്റി എനിക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. പണ്ട് ഈ കരയെ തന്നെ ഇവർ കുളിച്ചു കളിച്ച് നടന്ന സമയത്ത് നാട്ടുകാരെല്ലാം പറയും, എൻ്റെ മക്കളെ പണിക്കശ്ശേരിയിലെ ചേട്ടനനിയന്മാരായ പാച്ചായി, കുഞ്ഞച്ചൻ, തൊമ്മച്ചനെ കണ്ടിട്ട് പഠിക്കണം, എത്ര സ്നേഹസമ്പന്നന്മാരാണ് ഇവർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ അമ്മയും അപ്പനുമായിട്ട് ചിലപ്പോൾ ഒക്കെ ഉടക്കുണ്ടാക്കുമ്പോഴത്തേക്ക് അമ്മയുടെ അടുത്ത് അപ്പൻ പറയുന്ന, എടി ഞങ്ങളുടെ ചേട്ടനനിയന്മാരെന്ന് പറഞ്ഞാൽ എത്ര സ്നേഹസമ്പന്നരായിരുന്നു, നാട്ടുകാർ വരെ പറയും, ഇവരെ കണ്ട് പഠിക്കണം, അത്ര സ്നേഹസമ്പന്നരാണ്. ഇപ്പം എന്താ പറയുന്നതെന്നറിയോ? പണിക്കശ്ശേരി കുടുംബക്കാരെ മാത്രം കണ്ട് പഠിക്കല്ലേ മക്കളെ, വേറെ ആരെ കണ്ട് പഠിച്ചാലും കുഴപ്പമില്ല. അമ്മ ചോദിച്ചു, എന്ത് പറ്റി ഇപ്പം, എന്ത് പറ്റി നിങ്ങൾക്ക്? അപ്പോളാണ് പറയുന്നത്, ഇപ്പോൾ ഒന്നും പറ്റിയില്ല ലേഡി. പണ്ട് ഞങ്ങൾ എത്ര സ്നേഹസമ്പന്നന്മാരായിരുന്ന ചേട്ടനനിയന്മാരെ ഇപ്പൊ കുറച്ച് യക്ഷികൾ വന്ന് പിടികൂടിയെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ല. അപ്പൻ പറഞ്ഞ വളരെ അർത്ഥമുള്ള വാക്കുകളാണ്. ഏതായാലും കൊള്ളാം, ഇത്ര സ്നേഹസമ്പന്നരായ ചേട്ടനനിയനും തുഴയ്ക്ക് പിടിയും വലിയും നടക്കുകയാണ്. ഏതായാലും കൊള്ളാം, അപ്പൻ പിടിയും വലിയും നടന്നപ്പോഴത്തേക്ക് അപ്പൻ പറഞ്ഞു, എടാ നീ നിന്റെ വീട്ടിൽ പോയി കിടന്ന് തുഴയടാന്ന്. അപ്പന് ദേഷ്യം വന്നപ്പോൾ പറയുന്ന, വീട്ടിൽ പോയി തുഴയടാന്ന്. അപ്പൻ ഉടനെ ഏതായാലും കൊള്ളാം, ലാലപ്പച്ചനെ ലൂപ്പിച്ചാനും കൂടെ വന്നോട്ട് അടി വഴക്ക് മൂക്കുന്നപ്പോഴത്തേക്ക് എൻ്റെ തൊമ്മച്ചായി എങ്ങനെയെങ്കിലും ഒരു തോഴ പാച്ചയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ തോഴ എടുത്ത് കൊടുത്തു. മുമ്പിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അച്ചായൻ പറഞ്ഞു മുമ്പിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ പാച്ചായി ഇന്ന് കെട്ടുമൊക്കെ അഴിച്ചു വിട്ടു. വള്ളത്തിൻ്റെ മുമ്പിൽ പോയിരിക്കുകയാണ്. എന്തിനു പറയുന്നു, തുഴഞ്ഞ് ഞങ്ങളെ മിടുക്കരായി തുഴഞ്ഞിട്ട് എല്ലാ സ്നേഹസമ്പന്നന്മാരായ ചങ്ങനാശ്ശേരിയുടെ 3 ജാതിയിലും പെട്ട ആൾക്കാർ ഇറുകിപ്പണിയെടുത്ത് ഈ ഫൈനലിൽ വന്ന് എത്തിയെന്ന് പറയാം, ജയിക്കാനായിട്ട് വന്ന് എത്തിയെന്ന് പറയാം. ഫൈനലിൽ ജയിച്ചില്ല, ജയിക്കാൻ വന്ന് എത്തിയെന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു തോന്നലേ, ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ എന്നാ, ഫൈനലിൽ ഇനിയും കളിക്കാൻ പോയിക്കുക. ഫൈനലിലെ ഏറ്റവും വലിയ ഫൈനലിൽ സമയമുണ്ട്, ഇനി 1 മിനിറ്റ് ഞാൻ വരുന്നത്. അങ്ങനെ ഫൈനലിൻ്റെ ടൈമിലേക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ വള്ളത്തിൻ്റെ വെളിയിലോട്ട് നോക്കുകയാണ്. വെളിയിലോട്ട് നോക്കിയപ്പോൾ എന്താണ്, 2 കരയിലും സ്നേഹസമ്പന്നരായിട്ടുള്ള ആൾക്കാർ കുത്തി നിറച്ച് നിൽക്കുകയാണ്. നിൽക്കാൻ സ്ഥലമില്ല, ഞാൻ തെങ്ങിൻ്റെ മേളിലും കയറി നിൽക്കുകയാണ്. ഞാൻ അപ്പോൾ ആൾക്കാർ കാണാം. കാര്യം ചേട്ടൻ്റെ അനിയൻ്റെയും ബഹളം കാരണം ഞാൻ അതിരുന്ന് ആലോചിച്ച് ഞാൻ തുഴഞ്ഞു പോയി. കാരണം എനിക്ക് വെളിയിലോട്ടങ്ങ് നോക്കാൻ സമയമില്ലായിരുന്നു. ഏതായാലും കൊള്ളാം, ഒന്ന് നോക്കിയപ്പോൾ എത്ര ഐശ്വര്യം അവിടെ കാണാൻ. പുന്നമട ആ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ സമ്പന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓണത്തിൻ്റെ നാളുകളിൽ പുന്നമട ഓളങ്ങൾ വരെ താളമിട്ട് നിൽക്കുന്ന ആ സമയങ്ങളിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രകൃതി ഭംഗി തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു സൈഡിലായിട്ട് പെണ്ണുങ്ങൾ തന്നെ നിൽക്കുന്നു. ഈ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിത് നോക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞാനൊരാണാണല്ലോ, എനിക്കിത് പ്രത്യേകിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. ഇവരെല്ലാം ഒന്ന് ചിരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ അറിയുന്നത്, എന്താണ് ഇവരുടെയൊക്കെ പ്രകൃതി കാണിച്ചു കൂട്ടിയേക്കുന്നത്, ഇവരെ എന്താണ് ആ പ്രകൃതി കാണിച്ചു കൂട്ടിയേക്കുന്നത്. ഞാൻ ഒരു പേന എടുത്തൊന്ന് എഴുതി നോക്കിയപ്പോൾ അറിയുന്നത്, പഴയ 2-3 വാക്കുകളും ഈ വാക്കുകളും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് എന്തോ ഒരു കള്ളത്തരമാണോ അതോ എന്തെങ്കിലും ആണോ എന്നും ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് 2-3 വരികൾ എൻ്റെ മനസ്സിൽ വന്നു. അത്ര നല്ലവരാണ് ഇവിടുന്ന്, നമുക്ക് നോക്കാം, നല്ലത് വേണം. സന്ധ്യ തന്നെറ്റിയിൽ സിന്ദൂര പൊട്ടുപോലൊരു പെണ്ണ്, സന്ധ്യ തന്നെറ്റിയിൽ സിന്ദൂര പൊട്ടുപോലൊരു പെണ്ണ്, മലയാളം മലനിരകൾ കുളിർമ തൂകി, മലയാളം മലനിരകൾ കുളിർമ തൂകി, മലയാളി പെണ്ണിൻ്റെ പേരൊന്നു ചൊല്ലാൻ, മലയാള മലനിരകൾ കുളിർമ തൂകി, മലയാളി പെണ്ണിൻ്റെ പേരൊന്നു ചൊല്ലാൻ. അതിമധുരം അതിമധുരം
അതിമധുരം നിന്നോർമകൾ, അതിമധുരം 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 നിന്നോർമകൾ അലയടിച്ചു തിരയിളക്കി എന്നിലാകെ. അതിമധുരം 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 നിന്നോർമകൾ അലയടിച്ചു തിരയിളക്കി എന്നിലാകെ. മലയാളിപ്പെണ്ണേ മലയാളിപ്പെണ്ണേ മാണിക്യക്കല്ലാണോ നിൻ മനസ്സ്. മലയാളിപ്പെണ്ണേ മലയാളിപ്പെണ്ണേ മാണിക്യക്കല്ലാണോ നിൻ മനസ്സ്. വേദന കൊണ്ടു പിടയുന്നോർക്കോ, വേദന കൊണ്ടു പിടയുന്നോർക്കോ മരുഭൂമിയിലെ തണൽ മരം പോലെ. വേദന കൊണ്ടു പിടയുന്നോർക്കോ മരുഭൂമിയിലെ തണൽ മരം പോലെ. എന്തിനു വേറൊരു പുണ്യസ്ഥലം, നിന്നരികിലുണ്ടൊരു സ്നേഹാശ്രമം. എന്തിനു വേറൊരു പുണ്യസ്ഥലം, നിന്നരികിലുണ്ടൊരു സ്നേഹാശ്രമം. മുത്തിനെ കണ്ട് കൊതിക്കുന്ന പെണ്ണേ, മുത്തിനെ കണ്ട് കൊതിക്കുന്ന പെണ്ണേ, മുത്തിനെ കാട്ടിലും മുത്താണു നീ. മുത്തിനെ കണ്ട് കൊതിക്കുന്ന പെണ്ണേ, മുത്തിനെ കാട്ടിലും മുത്താണു നീ. നിൻമുഖം കണ്ട് മടങ്ങും മനസ്സിന്, നിൻമുഖം കണ്ട് മടങ്ങും മനസ്സിന് ഗജകേശരി യോഗം തെളിഞ്ഞ പോലെ. നിൻമുഖം കണ്ടു മടങ്ങും മനസ്സിന് ഗജകേശരി യോഗം തെളിഞ്ഞ പോലെ. മലർത്തോൽക്കും നിന്മേനിയിൽ, മലർത്തോൽക്കും നിന്മേനിയിൽ ഒന്നു തൊട്ടു തഴുകാൻ. മലർത്തോൽക്കും നിന്മേനിയിൽ ഒന്നു തൊട്ടു തഴുകാൻ കൊതി പൂണ്ടു പോകുന്നു തെന്നൽ. മലർത്തോൽക്കും നിന്മേനിയിൽ ഒന്നു തൊട്ടു തഴുകാൻ കൊതി പൂണ്ടു പോകുന്നു തെന്നൽ. ഒഴുകുന്ന പുഴ മെല്ലെ മെല്ലെ നിന്നു, ഒഴുകുന്ന പുഴ മെല്ലെ മെല്ലെ നിന്നു. ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ, മലയിന്നേ ഒഴുകി വരുന്ന ഈ പുഴ ഈ പെണ്ണിനെ കണ്ടപ്പോൾ അവിടെ നിന്നു നാം. ഒഴുകുന്ന പുഴ മെല്ലെ മെല്ലെ നിന്നു. നിൻ അഴകുറ്റ പുഞ്ചിരിയൊന്നു കാണാൻ. ഒഴുകുന്ന പുഴ മെല്ലെ മെല്ലെ നിന്നു. നിൻ അഴകുറ്റ പുഞ്ചിരിയൊന്നു കാണാൻ. മണ്ണിന് അഭിമാനമാകും പെണ്ണേ, മണ്ണിന് അഭിമാനമാകും പെണ്ണേ. നീ മങ്ങല്ലേ, നീ മായല്ലേ, നീ മാഞ്ഞു പോകല്ലേ പെണ്ണേ, മാഞ്ഞു പോകല്ലേ. നീ ഈ മണ്ണിൻ്റെ തന്നെ ഒരു വിളക്കാണ്, ഐശ്വര്യത്തിൻ്റെ ഒരു ദേവത പോലെ ദൈവം അറിഞ്ഞു തന്നേക്കുന്ന ഒരു ദാനം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഈ പെണ്ണുങ്ങളെ വെച്ചിട്ട്. ഞാൻ എന്നാലിപ്പോൾ നോക്കുമ്പോഴാണ് പഴയ കണക്ക് തന്നെ അപ്പൻ അവിടെ ഭയങ്കര ജനക്കൂട്ടം. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ പോവുകയാണ്. വള്ളത്തിൻ്റെ അടുത്തോട്ട് ഓടി പോകാനായിട്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് ഓടി എവിടുന്ന് വരുന്നു. എൻ്റെ അടുത്തോട്ടാണ് വരുന്നതാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ പാണ്ട് കല്യാണം കഴിക്കാനായിട്ട് ആലോചിച്ചൊക്കെ ഇരുന്ന് പെണ്ണാണ്. അവൾ ഊട്ടി വന്നിട്ട് ചോദിക്കുക, ജോട്ടാ എന്നെ ഒന്ന് കെട്ടിക്കൂടെയെന്ന്. എന്താണ് പെണ്ണെന്ന് പറഞ്ഞാൽ സ്നേഹസമ്പന്നയായി, കാണാനും മിടുക്കിയാണ്. എനിക്കിതുപോലൊരു സ്നേഹം പറയാൻ പറ്റത്തില്ല. മൗനം വാചാലമായി, മൗനം വാചാലമായി 1000 പ്രാവശ്യം പെണ്ണിനെ ആ നിമിഷം തന്നെ മൗനത്തിൽ കൂടെ കെട്ടി എന്നുള്ളതാണ്. അവൾ അങ്ങോട്ടും പോയി, ഞാൻ ഇങ്ങോട്ടും പോയി.
ഏതായാലും കൊള്ളാം. അപ്പൻ്റെ ആ വള്ളത്തിൻ്റെ അവിടെ എന്നാന്ന് നോക്കാനായിട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഭയങ്കര ജനക്കൂട്ടം. അപ്പൻ പഴയ കണക്കിന് ആൾക്കാരുടെ ബഹളമാണ് അവിടെ നടക്കുന്നത്. നോക്കിയപ്പോൾ എന്നാ ഫൈനലിൻ്റെ ടൈമാണ്. അപ്പൻ കുത്തിയിരുന്ന് കരച്ചിലാണ് വള്ളത്തിലിരുന്ന്. ആൾക്കാർ വള്ളത്തുഴയുന്ന പിള്ളേരെല്ലാം വന്ന് നോക്കി നിന്നിട്ടും ഒരു കാര്യം നടക്കുന്നില്ല. കുടുംബക്കാരെല്ലാം ഇരിപ്പുണ്ട്. അപ്പം കുത്തിയിരുന്ന് കരച്ചില്ല. ഞാൻ ചെന്ന് നോക്കിയിട്ട് ഒരു 5-6 പ്രാവശ്യം ചോദിച്ചു, അപ്പ എന്നാ പറ്റിയപ്പ? അപ്പ എന്തെങ്കിലും ഒന്ന് പറ, അപ്പ എന്തെങ്കിലും ഒന്ന് പറ, അപ്പൻ എന്തെങ്കിലും പറ. ഇങ്ങനെ കരയാതെ ഫൈനലിൻ്റെ ടൈമാപ്പ, കരയാതെപ്പ, അപ്പ എന്തെങ്കിലും ഒന്ന് പറ. അപ്പോൾ അപ്പം പറയാം. കുറച്ച് നേരം ഒരു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനൊരു സൗണ്ട് വന്നു. നീറ്റിലിറക്കിയ തോണിയുടെ മാറിൽ, നീറ്റിലിറക്കിയ തോണിയുടെ മാറിൽ, നീറ്റിലിറക്കിയ തോണിയുടെ മാറിൽ തോറ്റെന്നു ചൊല്ലാൻ വയ്യ. നീറ്റിലിറക്കിയ തോണിയുടെ മാറിൽ തോറ്റെന്നു ചൊല്ലാൻ വയ്യ. അപ്പൻ വലിയ ദുഃഖത്തിലാണ്. കാരണം 10-30 കൊല്ലമായിട്ട് ഇവിടെ വന്നു നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പ അതിന് നമ്മൾ തോറ്റില്ലല്ലോ അപ്പ, നമ്മളിപ്പോഴും കളിക്കുകയല്ലേ അപ്പ, നമ്മൾ തോറ്റില്ലപ്പ, നമ്മൾ കളിക്കുകയാണ്, 10-30 വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ കളിക്കുകയാണ്. നോക്കിക്കുക വെള്ളത്തിലിരിക്കുന്ന ആ പിള്ളേരെ എത്ര ഐശ്വര്യ സമ്പന്നരാണെന്ന് നീ തന്നെ നോക്കേ. ദൈവം കരിമാടിക്കുട്ടൻ എന്ന് പേരിട്ടാലും അല്ലെങ്കിൽ വെളുമാടിക്കുട്ടൻ എന്ന് പേരിട്ടാലും അറിഞ്ഞാണ് അവർക്ക് നല്ല സൗന്ദര്യവും കഴിവും തൻ്റെ ഇടം കൊടുത്തിരിക്കുന്നത്. ദൈവം ദാനം ചെയ്തേക്കാണ് അവരെ. എന്താന്ന് നോക്കേ, എത്ര അഭിമാനന്മാരായിട്ട് രാജപ്രൗഢമായിട്ട് അവരിയ്ക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ നമ്മുടെ അനിയന്മാരെ, എൻ്റെ ചേട്ടൻ അനിയന്മാരെ, നമ്മുടെ ബന്ധുക്കളെ, ചങ്ങനാശ്ശേരിയുടെ 3 ജാതിയിൽ നിന്നും സ്നേഹസമ്പന്നരായിട്ടുള്ള മിടുക്കന്മാരാണ് വന്നിരിക്കുന്നത്. എത്ര സ്നേഹസമ്പന്നരാണ്. ഇപ്പോഴാണോ അപ്പ, ഈ ഫൈനൽ ടൈമിലാണോ? എന്നും നമ്മൾ തുഴയുന്നതല്ലേ അപ്പ, കരയാതപ്പ. എടാ നീ നോക്കിക്കേ, അങ്ങേപ്പുറം ഇരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല. കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ വർഷവും എല്ലാം 1st 2nd എടുത്ത വില്ലന്മാരായിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ജയിക്കുന്നത്? നമുക്ക് ജയിക്കുന്ന നമ്മൾ ഇന്നേ വരെ അതിൻ്റെ ഫൈനൽ 1st 2nd 3rd വന്നിട്ടില്ല. നമ്മൾ എങ്ങനെ ജയിക്കും? വള്ളത്തിലിരുന്ന പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ബന്ധുക്കളെല്ലാവരും വള്ളം കളി കാണാൻ വന്ന് നിൽക്കുകയാണ്. എന്താണ് അവിടെ? വള്ളം കളിക്കാനായിട്ട് ഇനി സമയമില്ല. ഫൈനലിൻ്റെ ടൈം ഒന്ന് മുട്ടി നിൽക്കുകയാണ്. അപ്പനാണ് മൂഡ് ഓഫ് ആയി. അപ്പ എണ്ണീരപ്പ, സ്നേഹം നിറഞ്ഞ അപ്പൻ. എല്ലാ വള്ളത്തിലിരിക്കുന്ന ബന്ധുക്കളും ചങ്ങനാശ്ശേരിക്കാരെന്ന് പറഞ്ഞാൽ സ്നേഹസമ്പന്നന്മാർ മുഖത്തോട്ട് മുഖം നോക്കി ദുഃഖിതരായെന്നുള്ളതാണ്. അവരുടെ മനസ്സ് വേദനിച്ചു. അപ്പനെ ഞാൻ ഒരു വിധത്തിൽ, അപ്പ എണ്ണീരപ്പ, എണ്ണീരെന്ന് പറഞ്ഞ് സ്നേഹമായിട്ട് അപ്പനെ വിളിച്ച് അപ്പനെ ഒരു നിലയെ കൊണ്ട് എത്തിച്ചപ്പോഴത്തേക്ക് എന്തിനു പറയുന്നു, ഫൈനലിൻ്റെ ബിസിലടി മുഴങ്ങാനായിട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ആ വള്ളങ്ങൾ തമ്മിലൊരു സംസാരമുണ്ട്. ആരാടാ വീര, പോരിന് വാടാന്ന്. വള്ളങ്ങൾ തമ്മിലാണ് പറയുന്നത്, ആൾക്കാരല്ല പറയുന്നത്. വള്ളങ്ങൾ തമ്മിൽ അങ്ങനെ കുതിച്ച് നിൽക്കുകയാണ്. ആരാടാ വീര, പോരിന് വാടാന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കുള്ളി നിൽക്കുക. എന്തിനും തയ്യാറായിട്ട് ബിസിലടി കേട്ട് കഴിഞ്ഞ ഉടനെ തുഴയാനായിട്ട് അങ്ങനെ കയറുമായിട്ട്. അപ്പനാണ് ആ സമയത്ത് ഇവിടെ കരച്ചിലും. അപ്പനെ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് ഒരു വിധത്തിലായപ്പോൾ എന്തിനു പറയുന്നു, ബിസിലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുന്നമടക്കായലിൻ്റെ നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിലടി മുറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. വെള്ളത്തുള്ളികളെയും പൊട്ടിച്ചിരിക്കുകയാണ്. രാജപ്രൗഢമായിട്ട് വള്ളങ്ങൾ ഒരേ പാട്ടുമാട്ട്, തെയ്യക 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 താരോ തെയ്യക 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 താരോ ധിത്തൈ തകതകതകതൈ ധിത്തൈ ധിത്തിത്താരോ തക 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 ധൈ ധൈ. പായലുളങ്ങൾ വരെ പൊട്ടിച്ചിരിച്ചിട്ട് വെള്ളത്തുള്ളികളെ കഥ പറയുന്ന ഒരു നിമിഷം. പുന്നമടയിലെ ഓരങ്ങൾ വരെ തട്ടി താലോടിച്ച് കിടക്കുന്ന പായൽ വരെയും പൊട്ടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. വെള്ളത്തുള്ളികൾക്ക് വരെ കഥ പറഞ്ഞിട്ട് ചിരി തീരാത്ത നിമിഷങ്ങളുമായിട്ട് അങ്ങനെ പോകുകയാണ്. വെള്ളം ഒരേ ദേവതകൾ പോകുന്ന കണക്കാണ് ഒരേ വള്ളത്തിൽ നിന്ന് അങ്ങനെ പോകുകയാണ്. അവർ തിത്തൈ തകതൈ തിത്തിത്താരോ തക തിത്തൈ തകതൈ തിത്തിത്താരോ. എങ്കിലോ
എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിലടി കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അപ്പൻ്റെ മൂടങ്ങ് മാറുമെന്നുള്ളതാണ്. അപ്പൻ ഒരു സ്നേഹസമ്പന്നനാകുകയാണ്. ഒരു പ്രൗഡ് കാട്ടാനായിട്ട് അപ്പൻ ആ മുഖച്ഛായ മാറിയെടുക്കുക. അപ്പൻ ഒരു പ്രത്യേക ഒരു പാട്ടുണ്ടായി, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൻ്റെ ഒരു പാട്ട് പ്രത്യേകമാണ്, പക്ഷേ എനിക്ക് പാടാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. അപ്പൻ്റെ പാട്ട് ഇതാണ്. ഓ മാവേലി തമ്പുരാൻ പുന്നമാടയിൽ വന്നത് നീ കണ്ടാടാ നീ. മാവേലി തമ്പുരാൻ പുന്നമാടയിൽ വന്നിറങ്ങുന്നത് കണ്ടാടാ നീ. ഓ ദിത്തോ ദൈതോ ദിത്തിത്താരോ തക ദിത്തൈ ദൈതോ ദിത്തിത്താരോ തക 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 തൈ. ഓ മാനത്ത് നിന്നെങ്ങാനും വന്നതാണോ തക 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 തൈ. ഓ മാനത്ത് നിന്നെങ്ങാനും വന്നതാണോ തക 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 തൈ. ഓ ദിത്തൈ ദൈതോ ദൈതാരോ തക 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 തൈ. മാനത്ത് നിന്നെങ്ങാനും വന്നതാണോ തക 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 തൈ. അതോ ചേലത്ത തോണിയിൽ വന്നതാണോ തക 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 തൈ. അതോ ചേലത്ത തോണിയിൽ വന്നതാണോ തക 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 തൈ. ഓ മാവേലി തമ്പുര പുന്നമാടയിൽ പുതിരി കത്തിച്ച കണ്ടാടാ നീ. തക 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 തൈ. ഓ ഇന്നാണോ പൊന്നോണ നാള് തക തക. ഇന്നാണോ പൊന്നോണ നാള് തക 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 തൈ. പുന്നമടയിലെ പൊന്നോളങ്ങളെ നില്ല് നില്ല് ഒന്ന് ചൊല്ലു ചൊല്ല്. ഇന്നാണോ പൊന്നോണ നാള് തക തക. ഇന്നാണോ പൊന്നോണ നാൾ തിത്തേ. ഇന്നാണോ പൊന്നോണ തക തക. ഇന്നാണോ പൊന്നോണ നാള്. കുതിക്കുന്നങ്ങനെ കുതിക്കുന്നേ തൊമ്മന്റെ തോണി കുതിക്കുന്നേ. കുതിക്കുന്നങ്ങനെ കുതിക്കുന്നേ പുന്നമടയിലും കുതിക്കുന്നേ. ആയിരം ആയിരം കുതിരകളാൽ കുതിക്കുന്ന തോണി. കുതിക്കുന്നങ്ങനെ കുതിക്കുന്നേ പുന്നമടയിലും കുതിക്കുന്നേ. ആയിരം ആയിരം കുതിരകളാൽ കുതിക്കുന്ന തോണി. ഓ ദിത്തോ ദൈതോ 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 ദൈതാരം. അപ്പൻ്റെ തുഴച്ചിലെന്ന് പറഞ്ഞാൽ എനിക്കിത് പാടാനേ പറ്റത്തില്ല. ഒരു ഐശ്വര്യത്തിൻ്റെ ദേവത പോലെയാണ് രാജ പ്രൗഡുമായിട്ട് അപ്പൻ്റെ നീട്ടം. അപ്പൻ എന്ത് വിചാരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളം കട്ടയ്ക്ക് കട്ടാക്കാമെന്നാണ് അപ്പം വിചാരിച്ചത്. അപ്പം നോക്കിയപ്പം ഒരു തുഴപ്പാടിന് തൊമ്മൻ്റെ തോണി ബാക്കിലായെന്നുള്ള. അപ്പൻ ആ വള്ളത്തെ ഇരുന്നിട്ട് പൊന്നു മക്കളെ വള്ളം നമ്മുടെ വള്ളം പുഴയിലോട്ടാ പോകുന്നതെന്ന് പറഞ്ഞു ഒറ്റ കരച്ചില്. വള്ളത്തെ ഇരുന്ന പിള്ളേരുടെ ചങ്ക് പറിച്ചെടുക്കുന്ന നടക്കും. അവരെന്ന് പറഞ്ഞു രാജ പ്രൗഡുമായിട്ടൊരു തുഴച്ചിൽ അങ്ങോട്ട് തുഴയാൻ തുടങ്ങുന്ന വള്ളം രാജ പ്രൗഡുമായിട്ട് അങ്ങോട്ട് നീങ്ങുകയാണ്. അപ്പൻ്റെ പാട്ടും മാവേലി തമ്പുരാൻ പുന്നമടയിൽ വന്നത് കണ്ടാടാ നീ. തക 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 തൈ. ഓ ദിത്തോ ദൈതോ ദൈതാരോ തക ദിത്തോ ദൈതോ ദൈതാരോ. മാവേലി തമ്പുരാൻ പുന്നമടയിൽ വന്നത് കണ്ടാടാ നീ. തക തക തൈ. തിത്തോ ദൈതോ ദൈതാരോ തിത്തോ ദൈയോ ദൈതാരോ. മാനത്ത് നിന്നെങ്ങാനും വന്നതാണോ തക 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 തൈ. അതോ ചേലത്ത തോണിയിൽ വന്നതാണോ തക 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 തൈ. മാവേലി തമ്പുരാൻ പുന്നമടയിൽ പുതിരി കത്തിച്ച കണ്ടാടാ നീ. തക 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 തൈ. ഓ ഇന്നാണോ പൊന്നോണ നാള് തക തക. ഇന്നാണോ പൊന്നോണ നാള്. പുന്നമടയിലെ പൊന്നോളങ്ങളെ നില്ല് നില്ല് ചൊല്ലു ചൊല്ലു ചൊല്ലു. ഇന്നാണോ പൊന്നോണ നാള് തക തക. ഇന്നാണോ പൊന്നോണ നാള്. കുതിക്കുന്നങ്ങനെ കുതിക്കുന്നേ തൊമ്മന്റെ തോണി കുതിക്കുന്നേ. ആയിരം ആയിരം കുതിരകളാൽ കുതിക്കുന്ന തോണി. ആയിരം ആയിരം കുതിരകളാൽ കുതിക്കുന്ന കണ്ട തക തകതേ. അപ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടി രാജ പ്രൗഡുമായിട്ട് അങ്ങോട്ട് നീങ്ങുകയാണ്. കുതിക്കുകയാണ്, വള്ളം കുതിക്കുകയാണ്. കരഘോഷത്തിൻ്റെ ബഹളം. പുന്നമടയിൽ ആഘോഷത്തിൻ്റെ നൃത്തമാണ്. ഓണമെന്ന് പറഞ്ഞാൽ ആഘോഷത്തിൻ്റെ സമ്പന്നതയിൽ ആറാടി നിൽക്കുന്ന നിമിഷങ്ങൾ. വെള്ളത്തുള്ളികൾ വരെ പൊട്ടിച്ചിരിച്ച പായലുകളെല്ലാം പാടാത്ത പാട്ടില്ലെന്നുള്ളതാണ്. പുന്നമടയിൽ പാടാത്ത പാട്ടില്ല. സ്നേഹസമ്പന്നമായിട്ട് ബഹളം, കരഘോഷത്തിൻ്റെ ബഹളം. എന്താണ് അവിടെ? ചിരി എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരി, കയ്യടി, ആഘോഷത്തിൻ്റെ ഒരു ബഹളമാണ് നടക്കുന്നത്. പുന്നമടയിലെ പായലിൻ്റെ ഇടയിൽ കൂടെ അവിടുത്തെ മീനുകളെ, ആ പരലുകളെ, കുറുവാപ്പരലെ, നമ്മുടെ കരിമീന് എല്ലാം ഇതിൻ്റെ മേളിക്കൂടെ, തുഴയുടെ മേളിക്കൂടെ അവർ കുട്ടി പറയും. അവർക്കും ഒരു രസം. പൊട്ടിച്ചിരിയുടെ തിരി കൊളുത്തി എന്നുള്ളതാണ്. പുന്നമടയിൽ ഇതുപോലൊരു ആഘോഷം വരാനില്ല. പുന്നമടയുടെ പൊട്ടിച്ചിരി മണി കൊളുത്തി എന്നുള്ളതാണ്. അപ്പൻ പിന്നെയും തുഴയുകയാണ്. അപ്പൻ നോക്കിയപ്പോഴത്തേക്ക് രാജ പ്രൗഡുമായിട്ടാണ് വള്ളം കുതിക്കുകയാണ്. രാജ കുതിക്കുന്നങ്ങനെ കുതിക്കുന്നേ തൊമ്മൻ്റെ തോണി കുതിക്കുന്നേ. കുതിക്കുന്നങ്ങനെ കുതിക്കുന്നേ തൊമ്മൻ്റെ തോണി കുതിക്കുന്നേ. പുന്നമടയിലും കുതിക്കുന്നേ.
കുതിക്കുന്നങ്ങനെ കുതിക്കുന്നങ്ങനെ കുതിക്കുന്നേ കുതിക്കുന്നങ്ങനെ കുതിക്കുന്നേ പുന്നമടയിൽ കുതിക്കുന്നു. 1000 കുതിരകളാൽ കുതിക്കുന്ന കണ്ടാടാ നീ കണ്ട? 1000 കുതിരകളാൽ കുതിക്കണ കണ്ട? ആ വെള്ളപ്പരപ്പിനു മേലെ തൊമ്മൻ കുതിക്കണ കണ്ട? ആ വെള്ളപ്പരപ്പിനു മേലെ തൊമ്മൻ കുതിക്കണ കണ്ട? ആ വെള്ളപ്പരപ്പിനു മേലെ തൊമ്മൻ പറക്കണ കണ്ട? തിത്തായി പറക്കുന്ന കണ്ട? ആ വെള്ളപ്പരപ്പിനു മേലെ തൊമ്മൻ പറക്കണ കണ്ട? തിത്തായി പറക്കണ കണ്ട? ആ നെഹ്റു ട്രോഫിയെ മുത്തമിടാൻ തൊമ്മൻ കൊതിക്കണ കണ്ട? ഓ കൊതിക്കണ കണ്ട? ഓ നെഹ്റു ട്രോഫിയെ മുത്തമിടാൻ തൊമ്മൻ കൊതിക്കണ കണ്ട? ഓ കൊതിക്കണ കണ്ട? മാനത്തു മാലാഹ പുന്നമടയിൽ തേൻ തുള്ളി തൂകുന്ന കണ്ടാടാ നീ? മാനത്തു മാലാഹ പുന്നമടയിൽ തേൻ തുള്ളി തൂകുന്ന കണ്ടാടാ നീ? കണ്ടാടാ നീ? മാനത്തു മാലാഹ പുന്നമടയിൽ തേൻ തുള്ളി വാരി വിതറുന്ന കണ്ടാടാ നീ? കണ്ട? മാനത്തു മാലാഹ പുന്നമടയിൽ തേൻ തുള്ളി വാരി വിതറുന്ന കണ്ടാടാ നീ? കുതിക്കുന്നങ്ങനെ കുതിക്കുന്നേ തൊമ്മന്റെ തോണി കുതിക്കുന്നേ കുതിക്കുന്നങ്ങനെ കുതിക്കുന്നേ കുതിക്കുന്നങ്ങനെ കുതിക്കുന്നേ. അപ്പൻ ഇതെല്ലാം പറഞ്ഞങ്ങോട്ട് പോകണം. രാജപ്രൗഢൻ എന്തിനു പറയുന്നു? പറഞ്ഞു തീർന്നില്ല. അവരുടെ വള്ളമെല്ലാം ഒരു വള്ളം മുന്നിലായിപ്പോയി. തൊമ്മന്റെ വള്ളം ഒരു വള്ളപ്പാടിന് മുന്നിലും. എന്തിനു പറയുന്നു? ആ പോയിന്റിലോട്ട് ചെന്ന് എത്താൻ നേരത്തെ പാച്ചയെ വലിയ തോഴയെടുത്തോളം ഒറ്റ നീട്ടങ്ങ് നീട്ടി എന്നുള്ളതാണ്. എന്തിനു പറഞ്ഞു? പോയിന്റിൽ പോയി മുത്തമിട്ടെന്നുള്ളതാണ്. എന്തിനു പറയുന്നു? തത്തമ്പള്ളിനെ തൊമ്മൻ എന്ന് പറയുന്ന അപ്പൻ്റെ ഐശ്വര്യവാദം അങ്ങ് വന്നെന്നും. എന്തിനു പറയാനാ? മാവേലി തമ്പുരാൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ. എല്ലാ മതത്തിനെയും ബഹുമാനിക്കുന്ന എൻ്റെ അപ്പനെ എല്ലാ മതത്തിൽ നിന്നും ഒരു ആശീർവാദം കിട്ടിയണക്ക് ഒരു തോന്നൽ അപ്പനെ. ജാതിഭേദം അപ്പനില്ല. എല്ലായിടത്തും അമ്പലങ്ങളിലും പള്ളിയിലും മുസ്ലിം എല്ലായിടത്തും ഒരനുഗ്രഹത്തിൻ്റെ ഒരു വിളിപിഴങ്ങി കണക്ക്. അപ്പനാണെങ്കിൽ സന്തോഷം കൊണ്ട് നിൽക്കാൻ മേല. വള്ളത്തിലുള്ള പിള്ളേരെല്ലാം തുള്ളിച്ചാടി എന്നുള്ളതാണ്. സ്നേഹസമ്പന്നരെ പോലെ ചങ്ങനാശ്ശേരിയുടെ അഭിമാനമായിട്ടുള്ള പിള്ളേരെ എന്താണ് അവരുടെ തുഴച്ചിൽ? പണിക്കശ്ശേരി എന്നല്ല പറയണ്ടേ, കുട്ടം പേരുന്നല്ല പറയണ്ടേ, ചങ്ങനാശ്ശേരിക്കാരല്ല, എല്ലാവരും ഒരു ഒത്തൊരുമയായിട്ട് തൊമ്മൻ്റെ തോണി ഒരു വലിയ വിജയത്തിലേക്ക് ചെന്നെത്തി എന്നുള്ളതാണ്. അപ്പൻ്റെ ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെയും സന്തോഷം പറഞ്ഞറിയിക്കും. കാരണം ഞാൻ അവിടെ ജനിച്ചത് അപ്പോഴാണ് ഇവിടെ ഈ നെഹ്റു ട്രോഫി തുടങ്ങിയത്. എനിക്കും ഇതിനകത്ത് ജോയിൻറ്റ് ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയ സന്തോഷത്തിനാണ്. കാര്യം എല്ലാ കൊച്ചമ്മയുടെ മക്കളെന്ന് പറഞ്ഞാൽ പെൺപിള്ളേരെല്ലാവരും വന്നിരിപ്പുണ്ട്. ലൂസ് ചേച്ചിയുണ്ട്, ലൈല ചേച്ചിയുണ്ട്, ലീല ചേച്ചിയുണ്ട്, ലില്ലുക്കുട്ടി ചേച്ചിയുണ്ട്, ലിറ്റിയുണ്ട്, ലയോണിയുണ്ട്, പിന്നെ ജാൻസിയുണ്ട്, എല്ലാ പിള്ളേരും ഉണ്ട്. എൻ്റെ പെങ്ങന്മാരെല്ലാം ഉണ്ട്. എല്ലാവരും കാണാൻ വള്ളത്തെ ഒന്ന് നിൽക്കുകയാണ്. എന്താണ് അഭിമാനം എന്ന് പറഞ്ഞ്. പോരാഞ്ഞിട്ട് തങ്കമ്മായും വന്നിട്ടുണ്ട്. എന്നെ മാമോദിസ മുക്കിയാണ് ഈ തങ്കമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അമ്മയുടെ ഒരു സ്ഥാനമാണ് ഉള്ളത്. എത്ര രസമെന്ന് നോക്കി. പണിക്കശ്ശേരിയുടെ അഭിമാനമായ തൊമ്മൻ്റെ തോണി ജയിച്ചു എന്നറിഞ്ഞപ്പം തന്നെ പള്ളിയിൽ നിന്ന് തത്തമ്പള്ളിയിൽ നിന്നൊരു പണി അവിടെ പ്രാർത്ഥനയ്ക്കുള്ള സമയമായിരുന്നു. ഏതായാലും കൊള്ളാം, എല്ലാം കൂടെ ഒരു ഐശ്വര്യത്തിൻ്റെ ദേവത പോലെ ആവും. അപ്പോഴാണ് അവിടുന്ന് ഒരു മൈക്കിന്ന് അലൗൺസ് വരുന്നു. ഇന്നേ വരെ റെക്കോർഡ് തകർത്തുകൊണ്ട് തൊമ്മൻ തോണി, പണിക്കശ്ശേരി കുടുംബക്കാരുടെ തൊമ്മൻ തോണി, ചങ്ങനാശ്ശേരിയുടെ ചുണക്കുട്ടന്മാരുടെ കഴിവുണ്ട് ഇന്നേ വരെ റെക്കോർഡ് തകർത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ രോമങ്ങൾ വരെ എണ്ണിച്ച് നിന്നുള്ളതാണ്. അപ്പൻ ഇത് കേട്ടപ്പോൾ എല്ലാവരുടെ പറഞ്ഞ് നന്ദി പറഞ്ഞ് അപ്പൻ ഒരു ചന്ദന കുടം പോലെ ആയിപ്പോയെന്നുള്ളതാണ്. അപ്പൻ്റെ മനസ്സ് ഒരു ചന്ദന കുടം പോലെ. എന്തിനു പറയുന്നു? ഇതുപോലെ ഒരു നല്ല നിമിഷങ്ങൾ നമ്മൾ അനുഭവിക്കണം. അപ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ ആ സന്തോഷം. കരഘോഷത്തിൻ്റെ ബഹളം എല്ലാം കൂടി ആശീർവാദം കിട്ടിയണേ. അപ്പോഴാണ് അവിടുന്ന് ഒരു അലൗൺസ് വരുന്നു. ജോയ് ആലുക്കാസിന് ഒരു നല്ല പ്രൈസ് ഫസ്റ്റ് കിട്ടിയവർക്ക് കൊടുക്കുകയാണ്. ജോയ് ടു എൻജോയ് ചെയ്യാനായിട്ടൊരു സന്ദർഭം. ജോയ് ആലുക്കാസ് ഒരു സന്ദർഭം എല്ലാവർക്കും കൊടുക്കണം. ജോയ് ടു എൻജോയ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സമ്മാനം. എനിക്കറിയത്തില്ല ജോയ്ട്ടൻ വന്നോ അതോ അവിടുത്തെ പിള്ളേർ വന്നോ, ആരും ഒന്നും അറിയത്തില്ല, ഞാൻ നോക്കിയില്ല. ഏതായാലും കൊള്ളാം, ആ മുഹൂർത്തത്തിൽ അവരും വന്ന് തന്നതിന് അവർക്കോട് നമുക്കൊരു പ്രത്യേക നന്ദിയുണ്ട്. സ്നേഹസമ്പന്നരായ അവരോട് നമുക്കൊരു പ്രത്യേക നന്ദിയുണ്ട്. ഒരു പ്രത്യേകം വന്നതാണ്. ഏതായാലും കൊള്ളാം, ഞങ്ങളെ പ്രൈസൊക്കെ മേടിച്ച്
തുഴയാൻ വന്നവരെല്ലാം എങ്ങോട്ട് പോയെന്നറിയത്തില്ല. അന്നല്ല, പ്രൈസ് മേടിക്കാനായിട്ട് പോവുകയാണ് എൻ്റെ അപ്പൻ. ആൾക്കാർ പൊക്കിയെടുത്തോണ്ട് പോവുകയാണ്. പൊക്കിയെടുത്തുകൊണ്ട് പോയി. അപ്പൻ ഇതുവരെയായിട്ടും കിട്ടാതിരുന്ന പ്രൈസ് ആയതുകൊണ്ട് ആ നെഹ്റു ട്രോഫി ഇങ്ങനെ കടിക്കണമെന്ന് 10-30 വർഷമായിട്ട് തുഴയാണ് കിട്ടണമെന്ന് കേട്ട് ആ നെഹ്റു ട്രോഫി കടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൻ അങ്ങോട്ട് ചെല്ലുന്നത്. ആ കടിക്കണോ മുത്തണോ അറിയത്തില്ല. അപ്പൻ്റെ ആ സ്നേഹം അതുപോലെ ആയിരുന്നു. ഏതായാലും മുത്താനായിട്ട് എന്നൊരു മണത്ത് നോക്കിയപ്പോഴാണ് അറിയാം നെഹ്റു ട്രോഫിക്ക് ഒരു മണമുണ്ട്. അപ്പൻ്റെ സൗണ്ടാണെ പറയാന്നിരിക്കും. അതാണോ ഇവിടെ ഈ നെഹ്റു ട്രോഫിക്ക് ഒരു മണമുണ്ടല്ലോ എന്ന് അപ്പൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറയുക. എൻ്റെ അപ്പം അവിടെ മണമൊന്നുമില്ല, അപ്പൻ ഇങ്ങ് വാന്ന്. അപ്പനെ ഇങ്ങ് വിളിച്ചു വന്നപ്പോഴത്തേക്ക് അപ്പനിങ്ങ് വന്നപ്പോൾ എടാ ഇതിൽ ഇപ്പോഴും മണമുണ്ടല്ലോ എന്ന്. നെഹ്റു ട്രോഫി എടുത്തപ്പോഴും മണമാണ്. ഞാൻ പറഞ്ഞു അപ്പ നെഹ്റു ട്രോഫിക്കല്ല മണം. ഈ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ സ്നേഹസമ്പന്നന്മാരെ, നമ്മുടെ ഈ കുടുംബത്തിൻ്റെ അങ്ങേപ്പുറേ നമ്മളെ പോലെ തന്നെ നല്ല സ്നേഹമുള്ള അഭിമാനമുള്ള ആൾക്കാരാണ്, കുടുംബക്കാരാണ് താമസിക്കുന്നത്. ജാതിഭേദം അവിടെ ഇല്ല. സ്നേഹസമ്പന്നരാണ്, ഏതിനും സ്നേഹസമ്പന്നരാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അതാണ്. കായലോലങ്ങൾ വരെയും താളമിട്ട് ഇവരെ ഉറക്കുകയാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ കായൽ വിളങ്ങൾ താളമടിക്കുന്നതിൻ്റെ ഇടയിലും തെങ്ങിൻ്റെ ഓലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും താളമടിച്ച് ഇവരെ ഉറക്കുന്ന ഒരു കാറ്റിൻ്റെ ഒരു ഓളങ്ങൾ തട്ടുമ്പം തെങ്ങിൻ്റെ മേളേന്ന് അച്ചൊട്ടങ്ങ വരുന്നതിന് മുമ്പായിട്ട് ഒരു വെള്ളം വരും. അതിൻ്റെ പേരാണ് പനിനീരെന്ന് പറയും. ഇവിടെ മനുഷ്യരെ കള്ളം പറയാതിരിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ചതല്ല, നാട്ടുകാർ തന്നെ സൃഷ്ടിച്ചതാണ് അതിൻ്റെ പേര്. കള്ളം പറയാതിരിക്കാൻ അതിൻ്റെ പേരാണപ്പാ കള്ളം നിട്ടേക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഷാപ്പുണ്ട്. അപ്പോൾ അയ്യോ കള്ളാണോ മോനെ? എന്നാൽ ആ ഷാപ്പിൻ്റെ വാതുക്കെ കടവുണ്ട് കേട്ടോ. അപ്പൻ പറയുന്ന ആ ഷാപ്പിൻ്റെ വാതുക്കെ കടവുണ്ട് കേട്ടോ, വള്ളം തിരിച്ചങ്ങ് വിട്ടോ തകതൈ, വള്ളം തിരിച്ചങ്ങ് വിട്ടോ തിത്തൈ തകതൈ എന്താരോ തക 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 തകതൈ. അപ്പൻ്റെ പാട്ടതാ. വള്ളത്തിലിരുന്ന പിള്ളേരെ ഒട്ടനെ അല്ലോ ഇത് ഞമ്മക്കിത് റമാന്ന് പറഞ്ഞാൽ അതുങ്ങൾ അതുകൂടി ചാടി എങ്ങോട്ട് പോയെന്നറിയത്തില്ല. അതുങ്ങൾ അതാണ് ചങ്ങനാശ്ശേരിയുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ. സ്നേഹസമ്പന്നരായിട്ടുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഏതായാലും കൊള്ളാം. അപ്പൻ്റെ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ സഹായിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വേവിച്ചാൻ്റെ പണിക്കശ്ശേരി വേവിച്ചാനും തോമാച്ചാനും ഉണ്ടായിരുന്നു തുഴയാനായിട്ട്. അവരുടെ വീട്ടിൽ പോയി വലിയ ആഘോഷങ്ങളൊക്കെ നടന്ന് ഞങ്ങൾ പ്രൈസ് വെക്കുകയായിട്ട് നേരെ ചങ്ങനാശ്ശേരിയിലോട്ട് പോവുകയാണ്. എന്താണെന്ന് പറയും പണിക്കശ്ശേരിയുടെ അഭിമാനം കാത്തുകൊണ്ട് ചങ്ങനാശ്ശേരിയുടെ അഭിമാനം എന്ന് പറഞ്ഞ പിള്ളേര് കുട്ടമ്പേര് കുഞ്ഞാമാച്ചൻ്റെ മക്കളും എല്ലാവരുമായിട്ട് പോവുകയാണ്. പണിക്കശ്ശേരിയുടെ ആ തൊമ്മൻ്റെ തോണി അങ്ങോട്ട് നീങ്ങുകയാണ്. പുന്നമട കായലിൽ നിന്ന് വിട പറഞ്ഞ് ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരിയുടെ ഏരിയയിലോട്ട് കടക്കുമ്പോഴാണ് നാട്ടുകാരുടെ ഒരു ബഹളമാണ്. അവിടെ സന്തോഷത്തിൻ്റെ ഒരു അലേടിയാണ്. സ്നേഹസമ്പന്നരെന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാവർക്കും എല്ലാം നന്ദികളും രേഖപ്പെടുത്തി പൂക്കളും ചിരികളും ആയിട്ട് ആഹാരങ്ങളും എല്ലാം കൊടുക്കുകയാണ്. എല്ലാവർക്കും ഒരു കരക്കാരുടെ ആശീർവാദങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഞങ്ങളെ പുന്നമടക്കായലിൽ നിന്ന് ഇവിടെ പറഞ്ഞ് പുത്തൻ തോട്ടിൻ്റെ വാതുക്കെ ചെന്നപ്പോഴാണ് അറിയുന്നത് പാച്ചായുടെ തടിമില്ല അവിടാണ്. പാച്ചായി എങ്ങോട്ട് പോകുന്നത് തുഴ കഴിഞ്ഞാൽ പിന്നെ പോയി എവിടെയെന്നറിയോ ഈ വരുന്ന പിള്ളേർക്കെല്ലാം ആഹാരം കൊടുക്കാനായിട്ട് ഒരു വലിയ ടീപ്പാട്ടി പാച്ചായുടെ തടിമില്ലിൻ്റെ അവിടുന്ന് തടികളൊക്കെ മാറ്റി വലിയൊരു സദ്യ ആയിരിക്കുക. പുള്ളിക്ക് കാശ് മുടക്കണമെന്ന് ഒരു മടിയേ ഇല്ല, എല്ലാം അങ്ങ് മുടക്കി തീർത്തേക്കുക. ഞങ്ങൾ ആ ഈ പുത്തൻ തൊട്ടി ചെന്നപ്പോഴാണ് ഒരു 5-8 ആനയുണ്ട്, നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും. തൃശ്ശൂർ പൂലം പോലൊരു ബഹളമാണ്. വെട്ടിക്കെട്ടും ഓലപ്പട്ടക്കും എന്ന് വേണ്ട ബഹളമാണ്. ഞാനിങ്ങനെ നിന്ന് ആലോചിച്ച് 1 മിനിറ്റ് നേരത്തേക്ക് എടാ ഇത് നമ്മുടെ പൊടിപ്പാറപ്പള്ളിയിലെ പെരുന്നാളാണോ അതോ നമ്മുടെ വല്യവള്ളി പെരുന്നാളാണോ, നമ്മുടെ കുടുംബത്തിലെ വല്യവള്ളി പെരുന്നാളാണോ, അതോ നമ്മുടെ ചങ്ങനാശ്ശേരി മറ്റേ പാറപ്പള്ളി പെരുന്നാളാണോ, അതോ പെരുന്നാമ്പലത്തിലെ ഉത്സവമാണോ, അതോ കുഞ്ഞാലിമൂട്ടിലെ ഉത്സവമാണോ, അതോ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചന്ദനക്കുടമാണോ, പരിശുദ്ധ ചന്ദനക്കുടമാണോ? ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷെ അതൊന്നുമല്ലായിരുന്നു. ഈ ജയിച്ചവർക്ക് ചങ്ങനാശ്ശേരിയുടെ അഭിമാന പിള്ളേരായ ജയിച്ച് നെഹ്റു ട്രോഫിയായിട്ട് വന്നവർക്ക് ഒരു സ്വീകരണം കൊടുക്കാനായിട്ട് നാട്ടുകാർ ചെയ്തു വെച്ച വേലകളാണ്. അങ്ങനെ ആ ഓണത്തിൻ്റെ നാളെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നിറഞ്ഞ് ആ ഓണനാളെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ ആ നല്ല ദിവസത്തിനെ പറ്റി ഒന്ന് ആലോചിക്കാതിരിക്കാൻ പറ്റത്തില്ല. മാവേലി തമ്പുരാൻ്റെ ആ നല്ല ദിവസം ഇതാണ്. ഓണമെന്ന് പറഞ്ഞാൽ ഇതാണ്. ചിങ്ങം പിറന്നേ പൊന്നോണം വന്നെത്തി. ആ സ്നേഹം നിറഞ്ഞ മാവേലി തമ്പുരാൻ്റെ ആ നല്ല കാലത്തെപ്പറ്റി നമ്മൾ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാതെ പോയാൽ നമ്മളാരും ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യരെയല്ല. സ്നേഹസമ്പന്നനാണ്. എല്ലാവർക്കും ത്യാഗം ചെയ്തിട്ട് പറഞ്ഞ വാക്കിനെ കാത്ത്
ഈ നീതി കാണിച്ച ഒരു മാവേലി തമ്പുരാൻ രാജപ്രൗഢമായിട്ട് ഇവിടുന്ന് നമുക്ക് ഈ കാലമുള്ളത്രയും കാലം കാത്തിരുന്നാലും കിട്ടുകയില്ല ഇതുപോലത്തെ ഒരു രാജാവിനെ. അതാണ് നമ്മൾ അറിയേണ്ടത്. ആ മാവേലിയെ പറ്റി നമ്മൾ പഠിക്കണം. നന്മ എന്താണ് പഠിക്കണം, സ്നേഹസമ്പന്നൻ എന്താണെന്ന് പഠിക്കണം. കാശ് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. അത് നമ്മുടെ മുതലല്ല കൂട്ടുന്നത്, മറ്റു ആർക്കു വേണ്ടിയിട്ട് കൂട്ടുന്നത്. അതും നമ്മുടേതല്ലെന്ന് അവസാനം അറിയുന്ന ഒരു കാര്യം ഞാൻ ഇത് കേട്ട് അവസാനം കഴിയുമ്പോൾ ഒരു സംഗതി കാണിച്ചു തരാം. സ്നേഹസമ്പന്നനായ മാവേലി തമ്പുരാൻ ചിങ്ങം പിറന്നേ പൊന്നോണം വന്നെത്തി, ചിങ്ങം പിറന്നേ പൊന്നോണം വന്നെത്തി, പുന്നാരക്കിളികൾ പാട്ടുപാടി. ചിങ്ങം പിറന്നേ പൊന്നോണം വന്നെത്തി, പുന്നാരക്കിളികൾ പാട്ടുപാടി. ഓണം വന്നേ പൊന്നോണം വന്നേ, പൂക്കൾക്ക് പുഷ്പോത്സവം, പൂക്കൾക്ക് ചിരി തൂകി നിൽക്കുന്ന പൂക്കൾക്ക് പുഷ്പോത്സവം. സ്നേഹസമ്പന്നതയിൽ നാടിന് ആഘോഷത്തിൻ്റെ ഒരു പ്രതികാരമെന്ന വട്ടിൽ. ഓണം പൊന്നോണം, ഓണം പൊന്നോണം. പൂക്കളാൽ തിരുമുറ്റം നിറയുന്നുണ്ടേ, പൂക്കളാൽ തിരുമുറ്റം നിറയുന്നുണ്ടേ, പുത്തൻ പുടവഞ്ഞുറിഞ്ഞങ്ങുടുത്തുകൊണ്ടേ, തിരുവാതിരക്കളി മേളമാണേ, എങ്ങും ഉല്ലാസമാടുന്ന സുന്ദരിമാർ. കണ്ണിനും കരളിനും എന്തൊരിഷ്ടം, എങ്ങും ഉല്ലാസമാടുന്ന സുന്ദരിമാർ. കണ്ണിനും കരളിനും എന്തൊരിഷ്ടം, ഉല്ലാസക്കളിയൊന്നു കണ്ടു നിൽക്കാൻ ജാതി മതങ്ങൾ ഒത്തുചേർന്നേ മാവേലി തമ്പ്രാനെ വരവേറ്റിടാനായി. താലപ്പൊലി കൊട്ടുകുരവമേളമോടെ, താലപ്പൊലി കൊട്ടുകുരവമേളമോടെ മാവേലി തമ്പ്രാൻ വന്നിടുന്നേ. താലപ്പൊലി കൊട്ടുകുരവമേളമോടെ മാവേലി തമ്പ്രാനെ വരവേറ്റിടുന്നേ. കുഞ്ഞിളം ചുണ്ടിലും പാട്ടുപാടി, കുഞ്ഞിളം ചുണ്ടിലും പാട്ടുപാടി, മധുര സംഗീതമലയടിക്കും കേരള നാടേ, മധുര സംഗീതം അലയടിക്കും കേരള നാടേ. കേരള മണ്ണിൻ്റെ മനസ്സിൽ നിന്നും മായാത്ത നൃത്തം ചവിട്ടി, എന്നും മായാത്ത നൃത്തം ചവിട്ടി. മറക്കില്ല ഒരിക്കലും മൗനത്തിലായിരം മന്ത്രങ്ങൾ ഉരുവിട്ടു നിന്നു, മറക്കില്ല ഒരിക്കലും മൗനത്തിലായിരം മന്ത്രങ്ങൾ ഉരുവിട്ടു നിന്നു, ആയിരം മന്ത്രങ്ങൾ ഉരുവിട്ടു നിന്നു. അങ്ങനെ സ്നേഹസമ്പന്നനായ ആ രാജാവ് നാടായ നാടെങ്ങും എത്തുന്നുണ്ടേ, നാടായ നാടെങ്ങും എത്തുന്നുണ്ടേ. തമ്പുരാൻ വാത്സല്യ പുഞ്ചിരി കാട്ടിടുന്നേ, നാടായ നാടെങ്ങും എത്തുന്നുണ്ടേ. തമ്പുരാൻ വാത്സല്യ പുഞ്ചിരി കാട്ടിടുന്നേ. നാടായ നാടെല്ലാം തമ്പുരാൻ എത്തിയിട്ട് എല്ലാവരെയും വാത്സല്യത്തിൻ്റെ പുഞ്ചിരി കൊണ്ട് ചിരിക്കുകയാണ്, കാണുകയാണ് സ്നേഹസമ്പന്നൻ. നാടായ നാടെങ്ങും എത്തുന്നുണ്ടേ തമ്പുരാൻ വാത്സല്യ പുഞ്ചിരി കാട്ടിടുന്നേ. ദുഃഖത്തിൻ കണ്ണുനീർ തുടച്ചു മാറ്റി, ദുഃഖത്തിൻ കണ്ണുനീർ തുടച്ചു മാറ്റി, തമ്പുരാൻ ഉത്സാഹപൂത്തിരി കൊളുത്തിടുന്നേ. ദുഃഖത്തിൻ കണ്ണുനീർ തുടച്ചു മാറ്റി, തമ്പുരാൻ ഉത്സാഹപൂത്തിരി കൊളുത്തിടുന്നേ.
പട്ടിണിക്കാരെയും പാവങ്ങളെയും കഷ്ടപ്പെടുന്നവരെയും വയസ്സിൽ ചെന്നവരെയെല്ലാം മാവേലി തമ്പുരാൻ കണ്ടിട്ട് മക്കളെ എന്താടാ വേണ്ടത് നിങ്ങൾക്ക് എന്നൊരു ചോദ്യമായിട്ട് എല്ലാം കൊടുക്കുകയാണ്. വേണ്ടതെല്ലാം എല്ലാവർക്കും ദാനമായിട്ട് കൊടുക്കുക. പ്രകൃതി തന്നെ ആശീർവാദം ചൊരിഞ്ഞു നിൽക്കുകയാണ്. മാവേലി തമ്പുരാൻ സ്നേഹത്തോടുകൂടി നാടായ നാടെങ്ങും എത്തുന്നുണ്ടേ തമ്പുരാൻ വാത്സല്യ പുഞ്ചിരി കാട്ടിടുന്നേ. ദുഃഖത്തിൻ കണ്ണുനീർ തുടച്ചു മാറ്റി തമ്പുരാൻ ഉത്സാഹപ്പൂത്തിരി കൊളുത്തിടും. പട്ടിണി പാവങ്ങളെ തേടിപ്പിടിച്ചേ, പട്ടിണി പാവങ്ങളെ തേടിപ്പിടിച്ചേ, തമ്പുരാൻ പത്താഴം നിറച്ചു നെല്ലുവച്ചേ. പട്ടിണി പാവങ്ങളെ തേടിപ്പിടിച്ചേ, തമ്പുരാൻ പത്താഴം നിറച്ചു നെല്ലുവച്ചേ. മക്കളെ പട്ടിണി കിടക്കാൻ പറ്റത്തില്ലടാ മക്കളെ. ഇത് രാജഭരണമല്ല, ഇത് മാവേലി തമ്പുരാന്റെ നാടാണിത്. സ്നേഹം കൊണ്ട് ഇവിടെ എല്ലാവരും ഒന്നുപോലെ സ്നേഹസമ്പന്നനാണ് മാവേലി തമ്പുരാൻ. സ്നേഹത്തിന്റെ നാടാ മക്കളെ. ഇവിടെ പട്ടിണി കിടക്കാൻ പാടില്ല. രാജക്രീഡം എന്ന് പറഞ്ഞാൽ അതാണ്. ആരും പട്ടിണി കിടക്കാൻ പറ്റില്ല. പട്ടിണി പാവങ്ങളെ തേടിപ്പിടിച്ചേ, തമ്പുരാൻ പത്താഴം നിറച്ചു നെല്ലുവച്ചേ. ഒട്ടിയ വയറു നിറച്ചുണ്ണി ഓണമുണ്ടിട്ട്, ഒട്ടിയ വയറു നിറച്ചുണ്ണി ഓണമുണ്ടിട്ട്, ഒട്ടിയ വയറു നിറച്ചുണ്ണി ഓണമുണ്ടിട്ട് ഊഞ്ഞാലിലിരുന്നൊരു പാട്ടുപാടി. ഒട്ടിയ വയറു നിറച്ചുണ്ണി ഓണമുണ്ടിട്ട് ഊഞ്ഞാലിലിരുന്നൊരു പാട്ടുപാടി. പ്രകൃതി ഭംഗി പുഞ്ചിരിച്ചേ, പ്രകൃതി ഭംഗി പുഞ്ചിരിച്ചേ, പ്രകൃതി ഭംഗി പുഞ്ചിരിച്ചേ. ഉണ്ണി പാട്ടുപാടുന്നതു കേട്ടു നിന്നേ, പ്രകൃതി ഭംഗി പുഞ്ചിരിച്ചേ. ഉണ്ണി പാട്ടുപാടുന്നത് കേട്ടു നിന്നേ. ചിരിച്ചോണ്ടു നോക്കിയാൽ ചിരിക്കുന്ന നാടേ, ചിരിച്ചോണ്ടു നോക്കിയാൽ കൂടെ ചിരിക്കുന്ന നാടേ. കരഞ്ഞോണ്ടു നോക്കിയാൽ, കരഞ്ഞോണ്ടു നോക്കിയാൽ കൂടെ കരയുന്ന നാടേ, കൂടെ കരയുന്ന നാടേ. ചിരിച്ചോണ്ടു നോക്കിയാൽ കൂടെ ചിരിക്കുന്ന നാടേ, കരഞ്ഞോണ്ടു നോക്കിയാൽ കൂടെ കരയുന്ന നാടേ. വാരിയും കോരിയും, വാരിയും കോരിയും, വാരിയും കോരിയും ഊട്ടി വളർത്തിയ നാടേ. വാരിയും കോരിയും ഊട്ടി വളർത്തിയ നാടേ. പെറ്റമ്മ പോലത്തെ ബന്ധമാണേ, വാരിയും കോരിയും ഊട്ടി വളർത്തിയ നാടേ. പെറ്റമ്മ പോലത്തെ ബന്ധമാണേ, പെറ്റമ്മ പോലത്തെ ബന്ധമാണേ. മണ്ണോ പത്തരം മാറ്റുള്ള തങ്കമല്ല, മണ്ണ് പത്തരമാറ്റുള്ള തങ്കമല്ല. മണ്ണ് തങ്കമാണേ, തനി തങ്കമാണേ. മൺ തനി തങ്കമാണേ. സ്നേഹത്തിൻ തേൻ തുള്ളി ചാലിച്ചു തന്നേ, സ്നേഹത്തിൻ
തേൻ തുള്ളി ചാലിച്ചു തന്നേ തമ്പുരാൻ കേരള മണ്ണിൽ അലിഞ്ഞു ചേർന്നേ. തമ്പുരാൻ സ്നേഹം ഇതാണ് മക്കളെ, ഇതാണ് മക്കളെ, സ്നേഹം ഇതാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ കൊടുക്കണം, പിടിച്ചു മേടിക്കുന്നതല്ല, ആർക്കും കൊടുക്കുക. സ്നേഹസമ്പന്നനായ മാവേലി എല്ലാവർക്കും സ്നേഹസമ്പന്നതയിൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു. സ്നേഹം ഇതാണ്, സ്നേഹത്തിൻ്റെ നന്മ ഇതാണ് എന്നും പറഞ്ഞ് എല്ലാവർക്കും നന്മ ചെയ്യാനായിട്ട് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്നേഹത്തിൻ്റെ നന്മയാണ് മാവേലി എന്ന് പറഞ്ഞ സ്നേഹപ്പെടമുണ്ടോ മാവേലി തമ്പുരാൻ അവിടെ പുനർജനിക്കുമെന്നുള്ളതാണ്. സ്നേഹത്തിൻ തേൻ തുള്ളി ചാലിച്ചു തന്നേ തമ്പുരാൻ കേരള മണ്ണിലലിഞ്ഞു ചേർന്നേ. കണ്ണുനീർ തുള്ളി ചിതറി വീണേ, കണ്ണുനീർ തുള്ളി ചിതറി വീണേ. മാവേലി തമ്പ്രാനെ കാണുവാൻ ആശ വന്നേ, മാവേലി തമ്പ്രാനെ കാണുവാൻ സ്നേഹത്തിൻ തേൻ തുള്ളി ചാലിച്ചു തന്നേ തമ്പുരാൻ കേരള മണ്ണിലലിഞ്ഞു ചേർന്നേ. കണ്ണുനീർ തുള്ളി ചിതറി വീണേ, മാവേലി തമ്പ്രാനെ കാണുവാൻ ആശ വന്നേ, മാവേലി തമ്പ്രാനെ വന്നിടണേ, മാവേലി തമ്പ്രാനെ വന്നിടണേ, മാവേലി തമ്പ്രാനെ വന്നിടണേ. ഈ കേരള മണ്ണിനെ കാത്തിടണേ, മാവേലി തമ്പ്രാനെ വന്നിടണേ. ഈ കേരള മണ്ണിനെ കാത്തിടണേ. കാലങ്ങളായിരമായിരം കടന്നു ചെന്നാലും, കാലങ്ങളായിരമായിരം കടന്നു ചെന്നാലും, മാവേലി തമ്പ്രാനെ മറന്നൊന്നും ചെയ്യുകില്ലേ. കാലങ്ങളായിരമായിരം കടന്നു ചെന്നാലും, മാവേലി തമ്പ്രാനെ മറന്നൊന്നും ചെയ്യുകില്ലേ. സ്നേഹവും ത്യാഗവും, സ്നേഹവും ത്യാഗവും, സ്നേഹവും ത്യാഗവും പങ്കുവയ്ക്കും, സ്നേഹവും ത്യാഗവും പങ്കുവയ്ക്കും. ഞാനീ മാവേലി മണ്ണിൽ അലിഞ്ഞു ചേരും. സ്നേഹവും ത്യാഗവും പങ്കുവയ്ക്കും, ഞാനീ മാവേലി മണ്ണിലലിഞ്ഞു ചേരും. ഞാനീ മാവേലി മണ്ണിൽ അലിഞ്ഞു ചേരും. ജോയ് തോമസ് പണിക്കശ്ശേരി, ചങ്ങനാശ്ശേരി. എല്ലാവരും മാവേലി തമ്പ്രാനെ പോലെ ഈ മണ്ണിൽ ജീവിച്ച ഒരു പുനർജന്മം ഈ നാട്ടിന് തന്നെ നമ്മൾ ഇവിടുന്ന് നേടിയെടുക്കണം. ഈ കഥയാണ്, ഈ കഥയുടെ പേരാണ് മാവേലി തമ്പ്രാനും പണിക്കശ്ശേരി കുടുംബവും തൊമ്മൻ്റെ തോണിയും. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത കഥ ഇനി നമുക്ക് പിന്നീട് കാണാം. എല്ലാവർക്കും നന്മകൾ വരട്ടെ. മാവേലി തമ്പ്രാനെ പോലെ ഈ നാട്ടിൽ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ച് ഇവിടെ ഒരു പുനർജന്മം എല്ലാവരും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. Joy Alucas, world's number one chulates. Joy Alucas, world's favorite chulates. Joyful experience, guaranteed with pride. Magnificent models, glittering gold, dazzling diamonds. Come by and enjoy, and enjoy, and enjoy, because guaranteed with pride.